നമസ്കാരം. നമ്മുടെ എല്ലാ PSC പരീക്ഷകളിലും 5 മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഭാഗമാണ് IT സൈബർ ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് PYQs നോക്കാം. ആദ്യത്തെ ചോദ്യം, വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം ഏതാണ്? സ്പൈഡർ. വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ് സ്പൈഡർ. സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 സെക്ഷൻ 66E. സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 സെക്ഷൻ 66E. പ്രൈവസിയുടെ ലംഘനം, അതായത് പ്രൈവസി 66E. താഴെ പറയുന്നവരിൽ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ ഏതാണ്? നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ ഇതിൽ ഇങ്ക്ജെറ്റ് പ്രിൻ്ററും ലേസർ പ്രിൻ്ററും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സാണ്. ഇങ്ക്ജെറ്റ് പ്രിൻ്റർ, ലേസർ പ്രിൻ്റർ എന്നിവ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളാണ്. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് മാക് OS എന്നാണ്. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് മാക് OS. താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതാണ്? സഫാരി. താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് സഫാരി. യാഹൂ, ബിങ്, ആസ്ക് എന്നിവ സെർച്ച് എഞ്ചിനുകളാണ്. സഫാരി ഒരു വെബ് ബ്രൗസറാണ്. പ്രോമിൻ്റെ പൂർണ്ണരൂപം ഏത്? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം 2008. 2000 നിലവിൽ വന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഭേദഗതി ചെയ്തത് 2008. താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏതാണ്? കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ്. അപ്പോൾ ഒപ്റ്റിക്കൽ കേബിളിൻ്റെ പ്രത്യേകതകളാണ് കൂടിയ ബാൻഡ് വിഡ്ത്ത്, കൂടിയ ചിലവ് എന്നിവയൊക്കെ ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ച് പറയുന്നതാണ്. കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ് ഒപ്റ്റിക്കൽ കേബിളിന് ഇല്ല. ശരിയായ ക്രമം ഏത്? 1024 കിലോബൈറ്റ് 1 മെഗാബൈറ്റാണ്. 1024 മെഗാബൈറ്റ് 1 ജിഗാബൈറ്റ്. 1024 ജിഗാബൈറ്റ് 1 ടിഗാബൈറ്റ്. അതായത് 1024 KB ആണ് 1 MB, 1024 MB ആണ് 1 GB, 1024 GB ആണ് 1 TB. താഴെ പറയുന്നവയിൽ പോയിൻറ്റിംഗ് ഉപകരണം അല്ലാത്തത് ഏതാണ്? ബാർകോഡ് റീഡറാണ്. മൗസ്, ടച്ച് സ്ക്രീൻ, ജോയ്സ്റ്റിക്ക് എന്നിവയെല്ലാം പോയിൻറ്റിംഗ് ഉപകരണങ്ങളാണ്. ബാർകോഡ് റീഡർ പോയിൻറ്റിംഗ് ഉപകരണമല്ല. ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിൽ പ്രഖ്യാപന പ്രസ്താവനകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഉപഭോക്തൃ നിർവചിത വാക്കുകൾ നിർവചിക്കുന്നതിന്. ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിൽ പ്രഖ്യാപന പ്രസ്താവനകൾ ഉപയോഗിക്കുന്നത് ഉപഭോക്തൃ നിർവചിത വാക്കുകൾ നിർവചിക്കുന്നതിനാണ്. കേബിൾ TV ശൃംഖല ഏതുതരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, അതായത് മാൻ ആണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റാണ് Twitter.com. ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റാണ് ട്വിറ്റർ ഇപ്പോൾ X എന്നാണ് അറിയപ്പെടുന്നത്. താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്കാണ്? ഗേറ്റ്വേ. അപ്പോൾ നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനം നടത്തുന്ന ഗേറ്റ്വേ ആണ്. പ്രോട്ടോകോൾ പരിവർത്തനം എന്ന് വരുമ്പോഴാണ് ഗേറ്റ്വേ വരുന്നത്. ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതിയാണ് ഫിഷിംഗ്. ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതിയാണ് ഫിഷിംഗ്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രൊസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണ്? ക്യാഷ് മെമ്മറി. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രൊസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്താണ് ഇവിടെ തന്നിട്ടുണ്ട്? പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും അഥവാ മെയിൻ മെമ്മറിയുടെയും ഇടയ്ക്കുള്ള ചെറുതും വേഗതയേറിയതുമായ മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും അഥവാ മെയിൻ മെമ്മറിയുടെയും ഇടയ്ക്കുള്ള ചെറുതും വേഗതയേറിയതുമായ മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. കൂടെ ആവശ്യമായി വരുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും ഇടക്കാല ഫലങ്ങളും വേഗത്തിൽ എടുക്കുവാൻ വേണ്ടി ക്യാഷ് മെമ്മറിയിൽ സൂക്ഷിക്കുന്നു. പ്രോസസ്സർ റാമിലെ ഒരു ലൊക്കേഷൻ സംഭരിക്കുകയോ അതിൽ നിന്ന് തിരിച്ചെടുക്കുകയോ ചെയ്യുമ്പോൾ ആദ്യം ക്യാഷ് മെമ്മറിയിൽ ഡാറ്റയുടെ ഒരു കോപ്പി ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോസസ്സർ ക്യാഷ് മെമ്മറിയിൽ നിന്നും ഇത് പെട്ടെന്ന് റീഡ് ചെയ്യുന്നു. റാമിനേക്കാൾ വേഗത്തിൽ ക്യാഷ് മെമ്മറിയിൽ നിന്നും ഡാറ്റ തിരിച്ചെടുക്കുന്നു. റാമിനേക്കാളും വിലയേറിയതാണ് ക്യാഷ് മെമ്മറി. CPU-ൻ്റെയും മദർ ബോർഡിൻ്റെയും ഉള്ളിലുള്ള ക്യാഷ് മെമ്മറി സിസ്റ്റത്തിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ക്യാഷ് മെമ്മറി ഇതാണ്. പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും അഥവാ മെയിൻ മെമ്മറിയുടെയും ഇടയ്ക്കുള്ള ചെറുതും വേഗതയേറിയതുമായ ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. കൂടെ ആവശ്യമായി വരുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും ഇടക്കാല ഫലങ്ങളും വേഗത്തിൽ എടുക്കാൻ വേണ്ടി ക്യാഷ് മെമ്മറിയിൽ സൂക്ഷിക്കുന്നു. പ്രോസസ്സർ റാമിലെ ഒരു ലൊക്കേഷൻ സംഭരിക്കുകയോ അതിൽ നിന്ന് തിരിച്ചെടുക്കുകയോ ചെയ്യുമ്പോൾ ആദ്യം ക്യാഷ് മെമ്മറിയിൽ ഡാറ്റയുടെ ഒരു കോപ്പി ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോസസ്സർ ക്യാഷ് മെമ്മറിയിൽ നിന്നും ഇത് പെട്ടെന്ന് റീഡ് ചെയ്യുന്നു. റാമിനേക്കാൾ വേഗത്തിൽ ക്യാഷ് മെമ്മറിയിൽ നിന്ന് ഡാറ്റ തിരിച്ചെടുക്കുന്നു. റാമിനേക്കാളും വിലയേറിയതാണ് ക്യാഷ് മെമ്മറി. CPU-ൻ്റെയും മദർ ബോർഡിൻ്റെയും ഉള്ളിലുള്ള ക്യാഷ് മെമ്മറി സിസ്റ്റത്തിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ
താഴെ പറയുന്നതിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ്സ് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസ് സൊല്യൂഷൻ ഡെവലപ്മെൻറ്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി ടെക്ജെൻഷ്യ. അത് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് 2020 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത ഗ്നു/ലിനക്സ് സോഫ്റ്റ്വെയർ ഏതാണ്? ബോസ്. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് CDAC വികസിപ്പിച്ചെടുത്ത ഗ്നു/ലിനക്സ് സോഫ്റ്റ്വെയറാണ് ബോസ്. അടുത്തത് IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡിയാണ് CERT, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡിയാണ് CERT, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാനാണ് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത്. ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാനാണ് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത്. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? ഇമേജ്. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗാണ് ഇങ്ങനെ IMG, ഇമേജ്. ഒരു LAN ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൗട്ടർ. ഒരു LAN ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൗട്ടർ. താഴെ പറയുന്നവയിൽ ഏതാണ് വേഡ് പ്രോസസ്സറുകൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നത്? ലിബ്ര ഓഫീസ് റൈറ്റർ ആണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നത്. ലിബ്ര ഓഫീസ് റൈറ്റർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നു. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇൻ്റർനെറ്റിലെ സേവനങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ടോപ്പോളജി, ഇമെയിൽ, www, സെർച്ച് എഞ്ചിനുകളൊക്കെ ഇൻ്റർനെറ്റിൻ്റെ സേവനങ്ങളാണ്. ടോപ്പോളജി അല്ല. ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഭാഷാ പ്രോസസ്സറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഘടകങ്ങളാണ്. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകൾ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസ്ക് ഡിഫ്രാഗ്മെൻറ്റർ. ഒരു ഉയർന്ന ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരികളായി പരിവർത്തനം ചെയ്യുന്ന ഒരു തരം ഭാഷാ പ്രോസസ്സറാണ് ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ടറാണ് കമ്പൈലർ. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? ഇതിൽ 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഭാഷാ പ്രോസസ്സറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഘടകങ്ങളാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഭാഷാ പ്രോസസ്സറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഘടകങ്ങളാണ്. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകൾ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസ്ക് ഡിഫ്രാഗ്മെൻറ്റർ. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകൾ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസ്ക് ഹാർഡ്മെൻറ്റർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഭാഷാ പ്രോസസ്സറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമാണ്. സൈബർ കുറ്റകൃത്യ വിഭാഗവുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്, വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ. മുകളിൽ കൊടുത്തിരിക്കുന്ന ജോഡിയിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്, വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ. ഇൻ്റർനെറ്റ് സമയമോഷണം, വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ. സൈബർ ഭീകരത, സർക്കാരിനെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ. സ്വകാര്യതയുടെ ലംഘനം, വസ്തുവകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ. ഇതിൽ 1ഉം 2ഉം 3ഉമാണ് ശരി. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങളിൽ വരുന്നു. ഇൻ്റർനെറ്റ് സമയമോഷണം വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ. സൈബർ ഭീകരത സർക്കാരിനെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ. അടുത്തത് മാനിൻ്റെ പൂർണ്ണരൂപം. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. നമുക്ക് നേരത്തെ അന്ന് കേബിൾ TV മാനാണ്. കേബിൾ TVയുടെ ശൃംഖല മാനാണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിലാണ് കേബിൾ TV വരുന്നത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവിഗേഷൻ ആവശ്യങ്ങൾക്കായി ISRO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സിസ്റ്റം ഇവയിൽ ഏതാണ്? IRNSS. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവിഗേഷൻ ആവശ്യങ്ങൾക്കായി ISRO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സിസ്റ്റം ഇവയിൽ ഏതാണ്? IRNSS. താഴെ പറയുന്നവയിൽ വോളറ്റൈൽ മെമ്മറി ഏതാണ്? റാം വോളറ്റൈൽ മെമ്മറിയാണ്. താഴെ പറയുന്നതിൽ വോളറ്റൈൽ മെമ്മറി ഏതാണ്? റാം. കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഉള്ളടക്കം നഷ്ടപ്പെടുന്ന ഒരു അസ്ഥിര മെമ്മറിയാണ് റാൻഡ് ആക്സസ് മെമ്മറി. കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഉള്ളടക്കം നഷ്ടപ്പെടുന്ന ഒരു അസ്ഥിര മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി, അതായത് റാം. ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഒരു ജീവനക്കാരൻ കമ്പനി അറിയാതെ കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കുന്നു. ഇത് ഏത് തരം സൈബർ കുറ്റകൃത്യമാണ്? ഭൗതിക സ്വത്ത് മോഷണം. ഒരു സോഫ്റ്റ്വെയർ കമ്പനി നിർമ്മിച്ച സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ കമ്പനി അറിയാതെ കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കുന്നു. ഇത് ഏത് തരം സൈബർ കുറ്റകൃത്യമാണ്? ഭൗതിക സ്വത്ത് മോഷണം. ഇൻ്റർനെറ്റിൽ കൂടിയുള്ള ഇമെയിൽ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, SMTP. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇൻ്റർനെറ്റിൽ കൂടിയുള്ള ഇമെയിൽ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, SMTP. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അടുത്തത് മൈക്രോസോഫ്റ്റ് ആക്സസ് എന്തിന് ഉദാഹരണമാണ്? ഡേറ്റാബേസ് സോഫ്റ്റ്വെയറാണ് മൈക്രോസോഫ്റ്റ് ആക്സസ്.
മൈക്രോസോഫ്റ്റ് ആക്സസ് ഒരു ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. IT ആക്ടിന്റെ സെക്ഷൻ 66A താഴെ പറയുന്നവയിൽ ഏത് സൈബർ കുറ്റകൃത്യത്തിന് ശിക്ഷ നിർദ്ദേശിക്കുന്നു? തെറ്റായതും കുറ്റകരവുമായ വിവരങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത്. IT ആക്ടിന്റെ സെക്ഷൻ 66A താഴെ പറയുന്നവയിൽ ഏത് സൈബർ കുറ്റകൃത്യത്തിന് ശിക്ഷ നിർദ്ദേശിക്കുന്നു? സെക്ഷൻ 66A തെറ്റായതും കുറ്റകരവുമായ വിവരങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതിനെ പറ്റി പറയുന്നു. ഒരു നിബിൾ എന്നത് 4 ബിറ്റാണ്. ഒരു നിബിൾ 4 ബിറ്റുകൾ. ഒരു ബിറ്റ് 8 ബിറ്റാണ്. ഒരു ബൈറ്റ്. ഒരു നിബിൾ എന്ന് പറഞ്ഞ 4 ബിറ്റുകളാണ്. കമ്പ്യൂട്ടർ സ്ക്രീനിൽ ലഭിക്കുന്ന ഔട്ട്പുട്ടിന്റെ പേരെന്താണ്? സോഫ്റ്റ് കോപ്പി. കമ്പ്യൂട്ടർ സ്ക്രീനിൽ ലഭിക്കുന്ന ഔട്ട്പുട്ടിന്റെ പേരാണ് സോഫ്റ്റ് കോപ്പി. അധ്യാപകർക്ക് കുട്ടികളുമായി നേരിട്ട് സംവദിക്കാനും സ്വകാര്യത ഉറപ്പാക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സജ്ജമാക്കിയ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് G-സ്യൂട്ട്. അധ്യാപകർക്ക് കുട്ടികളുമായി നേരിട്ട് സംവദിക്കാനും സ്വകാര്യത ഉറപ്പാക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സജ്ജമാക്കിയ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് G-സ്യൂട്ട്. ഒരു ഇന്റർനെറ്റ് റിസോഴ്സ് അഡ്രസ്സിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഒരു ഇന്റർനെറ്റ് റിസോഴ്സ് അഡ്രസ് URL എന്നറിയപ്പെടുന്നു. ഒരു ഇന്റർനെറ്റ് റിസോഴ്സ് അഡ്രസ് URL എന്നറിയപ്പെടുന്നു. മാക് അഡ്രസ്സിൽ എത്ര അക്കങ്ങളുണ്ട്? 12 അക്കങ്ങൾ. മാക് അഡ്രസ്സിൽ എത്ര അക്കങ്ങളുണ്ട്? 12. തന്നിരിക്കുന്നവയിലെ ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏതാണ്? കാഷ് മെമ്മറി. തന്നിരിക്കുന്നവയിൽ ഏറ്റവും വേഗത കൂടിയ മെമ്മറി കാഷ് മെമ്മറിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? വിൻഡോസ്. MySQL, GIMP, അപ്പാച്ചെ എന്നിവയൊക്കെ ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. വിൻഡോസ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ അല്ല. ഇന്ത്യൻ ആക്ട് 2000 നിയമങ്ങളിൽ സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഏത് സെക്ഷനിലാണ്? 66F സൈബർ ടെററിസത്തെക്കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ IT ആക്ട് 2000 സൈബർ ടെററിസത്തെക്കുറിച്ച് പറയുന്നത് 66F ആണ്. അപ്പോൾ 66E നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രൈവസിനെ പറ്റിയിട്ട് പറഞ്ഞു, സ്വകാര്യതയെക്കുറിച്ചുള്ള നിയമം ലംഘിക്കുന്നതാണ് 66E പ്രൈവസി. IT ആക്ട് നിലവിൽ വന്ന വർഷം 17/10/2000. അപ്പോൾ IT ആക്ട് 2000 ചിലപ്പോൾ ഇതും ഫുള്ള് ഡേറ്റും അടക്കം ചോദിക്കുന്നുണ്ട്. 17/10/2000. അപ്പോൾ ഒക്ടോബർ 17 തീയതിയാണ് IT ആക്ട് നിലവിൽ വന്നത്. IT ആക്ട് ഭേദഗതി ചെയ്തത് 2008 IT ആക്ടിൽ സൈബർ ടെററിസം എന്നതിൻ്റെ പ്രതിപാദിക്കുന്ന വകുപ്പ് 66F ആണ്. സൈബർ ടെററിസം 66F. അപ്പോൾ പ്രൈവസിയുടെ ലംഘനം, അതായത് സ്വകാര്യതയുടെ ലംഘനം 66E നമ്മൾ നേരത്തെ പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് എന്താണ്? കൂട്ട്. വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് കൂട്ട്. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ IT ആക്ട് 2000-2008 ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്? 66D. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്? 66D. 66F സൈബർ ടെററിസം, 66E സ്വകാര്യത പ്രൈവസി, 66D ഐഡന്റിറ്റി ആൾമാറാട്ടം. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം എന്നാണ്? ഒക്ടോബർ. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം എന്നാണ്? ഒക്ടോബർ. അതായത് ഇന്ത്യയിൽ ആക്ട് വന്നത് ഒക്ടോബർ 17, 2000. അപ്പോൾ ആ മാസം, ഒക്ടോബർ മാസം തന്നെയാണ് ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസമായിട്ട് ആചരിക്കുന്നത്. കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കീബോർഡ്. കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കീബോർഡ്. ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? റേഡിയോ തരംഗം. ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? റേഡിയോ തരംഗം. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. യാഹൂ, ജിമെയിൽ, ഗൂഗിൾ, ബിങ്. ഇതിൽ ജിമെയിലാണ് സെർച്ച് എഞ്ചിൻ ഇല്ലാത്തത്. യാഹൂ, ഗൂഗിൾ, ബിങ് ഒക്കെ സെർച്ച് എഞ്ചിനുകളാണ്. മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബയോമെട്രിക് സെൻസർ. മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബയോമെട്രിക് സെൻസർ. റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? വാൻ. വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് വാൻ. മാൻ വരുന്നത് കേബിൾ TV നെറ്റ്വർക്ക് മാൻ ആണ് വരുന്നത്. ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. റെയിൽവേ റിസർവേഷൻ സിസ്റ്റം വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ലാനും വാനും ഒക്കെ എന്താണെന്ന് നോക്കാം. ഇൻ്റർനെറ്റ് പങ്കുവയ്ക്കൽ രീതികൾ. ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഫൈ അല്ലെങ്കിൽ ലൈഫൈ നെറ്റ്വർക്ക് എന്നിവ ഉപയോഗിച്ച് ഒരു ഇൻ്റർനെറ്റ് ബന്ധം ധാരാളം കമ്പ്യൂട്ടറുകൾ പങ്കുവയ്ക്കാനാകും. ലാൻ ഉപയോഗിച്ച് ലാൻ. ഒരു ലാനിലെ ഒരു കമ്പ്യൂട്ടർ ലഭ്യമായ ഇൻ്റർനെറ്റ് ബന്ധം ആ നെറ്റ്വർക്കിലെ മറ്റ് കമ്പ്യൂട്ടറുകൾ
നെറ്റ്വർക്ക് പങ്കുവയ്ക്കാനാകും. ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത ഉപയോഗിച്ചോ അല്ലെങ്കിൽ കമ്പോളത്തിൽ ലഭ്യമായ പ്രോക്സി സെർവർ സോഫ്റ്റ്വെയറിലൂടെയോ നടത്തുവാൻ കഴിയും. കേബിൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകളെ നേരിട്ട് റൗട്ടറുമായി ബന്ധിപ്പിച്ചും ഇൻ്റർനെറ്റ് ലഭ്യമാക്കാം. അപ്പോൾ ലാൻ കമ്പ്യൂട്ടറിനെ ലാൻ ഏരിയ നെറ്റ്വർക്കുമായിട്ട് കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് റൗട്ടർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ലാനിലെ ഒരു കമ്പ്യൂട്ടർ ലഭ്യമായ ഇൻ്റർനെറ്റ് ബന്ധം ആ നെറ്റ്വർക്കിലെ മറ്റു കമ്പ്യൂട്ടറുകൾക്ക് പങ്കുവയ്ക്കാനാകും. ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത ഉപയോഗിച്ചോ അല്ലെങ്കിൽ കമ്പോളത്തിൽ ലഭ്യമായ പ്രോക്സി സെർവർ സോഫ്റ്റ്വെയറിലൂടെയോ നടത്തുവാൻ കഴിയും. കേബിൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകളെ നേരിട്ട് റൗട്ടറുമായി ബന്ധിപ്പിച്ചും ഇൻ്റർനെറ്റ് ലഭ്യമാക്കാം. വൈഫൈ ശൃംഖല ഉപയോഗിച്ചിട്ട് എങ്ങനെ? ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോഫി ഷോപ്പുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിലെ വൈഫൈ ഉപയോഗത്തെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. നാം അറിയുന്നത് പോലുള്ള നമ്മുടെ വീട്ടിലും സ്കൂളിലുമുള്ള ബ്രോഡ്ബാൻഡ് മോഡമുകളിൽ വൈഫൈ ഇൻ്റർനെറ്റ് ലഭ്യമാണ്. വൈഫൈ എന്നത് ചെറിയ ദൂരത്തിലേക്കുള്ള നെറ്റ്വർക്ക് ലഭ്യമാക്കാനുള്ള ഡാറ്റ പ്രസരണ സാങ്കേതികവിദ്യയാണ്. നമ്മൾ ഇതിനു മുമ്പ് പ്രതിപാദിച്ച ഏതെങ്കിലും വയേർഡ് അല്ലെങ്കിൽ വയർലെസ് ബ്രോഡ്ബാൻഡ് പ്രവേശന രീതി ഉപയോഗിച്ച് വൈഫൈ സ്ഥലത്തേക്ക് ഇൻ്റർനെറ്റ് ലഭ്യമാക്കാൻ കഴിയും. ഇതിനായി ഒരു വൈഫൈ റൗട്ടർ അല്ലെങ്കിൽ വയർലെസ് ശൃംഖല ആക്സസ് പോയിന്റ് ഉപയോഗിക്കുന്നു. ആ ആക്സസ് പോയിന്റിനെ സാധാരണയായി ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുകയും അവയുടെ പരിധി കെട്ടിടത്തിനകത്ത് 100 മീറ്ററും തുറന്ന സ്ഥലത്ത് അതിൽ കൂടുതലുമാണ്. ഈ ഹോട്ട്സ്പോട്ടിലൂടെ വൈഫൈ സൗകര്യമുള്ള ഉപകരണങ്ങളായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, മൊബൈൽ ഫോൺ എന്നിവയ്ക്ക് ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ കഴിയും. വയേർഡ് കണക്ഷനുകളെ അപേക്ഷിച്ച് സുരക്ഷ കുറവാണ് എന്നതാണ് ഇതിൻ്റെ ദോഷവശം. അടുത്തത്, താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചു മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചു മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം. ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ് ചെയ്യുന്നത്. ഇതും ശരിയാണ്. ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ. അതും ശരിയാണ്. അപ്പോൾ ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ. അപ്പോൾ മോഡം എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചു മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം. ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 അല്ലെങ്കിൽ IT ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി 2000 ഒക്ടോബർ 17. അപ്പോൾ അത് ചോദിക്കുന്നുണ്ട്. പിന്നെയും ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 2000 ഒക്ടോബർ 17 IT ആക്ട് നിലവിൽ വന്നത്. വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ എല്ലാം അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം GNU ലിനക്സിൽ ഉപയോഗിക്കുന്ന ഫയലാണ് 12 ext4. GNU ലിനക്സിൽ ഉപയോഗിക്കുന്ന ഫയലാണ് ext4. മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ ഉപയോഗിക്കുന്നത് NTFS ആണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ NTFS, ആപ്പിൾ മാക് OS Xൽ HPFS, ആപ്പിൾ മാക് OSൽ HPFS, മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ NTFS, GNU ലിനക്സിൽ ext4. GNU ലിനക്സ് ext4, മൈക്രോസോഫ്റ്റ് വിൻഡോസ് NTFS, ആപ്പിൾ മാക് OS HPFS. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ടെറാബൈറ്റ്, ഇതിൽ വിട്ടുപോയത് ഗിഗാബൈറ്റ് ആണ്. അപ്പോൾ ബൈറ്റ്, കിലോബൈറ്റ്, ബൈറ്റ്, KB, MB, GB, TB, ടെറാബൈറ്റ്. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അത് ഉണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. എഡ്ജ് മൈക്രോസോഫ്റ്റ്, ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിൾ. അപ്പോൾ എഡ്ജ് മൈക്രോസോഫ്റ്റിൻ്റെതാണ്, ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റിൻ്റെ അല്ല, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിൻ്റെയാണ്, ആൻഡ്രോയിഡ് ഗൂഗിളിൻ്റെയാണ്. ഇതിൽ 1, 3, 4 ശരിയാണ്. എഡ്ജ് മൈക്രോസോഫ്റ്റിൻ്റെയാണ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിളിൻ്റെയാണ്. താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കമ്പ്യൂട്ടറിൽ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് ഒഡാസിറ്റി. ഇതിലേത് മാത്രമാണ് ശരി, മറ്റേതൊന്നും വായിച്ച് നോക്കേണ്ട. കമ്പ്യൂട്ടറിൽ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് ഒഡാസിറ്റി. കമ്പ്യൂട്ടറിൽ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് ഒഡാസിറ്റി. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് മാക് OS. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് മാക് OS X. താഴെ പറഞ്ഞതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് സഫാരിയാണ്. യാഹൂ, ബിങ്, ആസ്ക് എന്നിവയ്ക്ക് സെർച്ച് എഞ്ചിനാണ്. താഴെ പറയുന്നതിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ടെലിഗ്രാം, വാട്സപ്പ്. ഇതിൽ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ മെറ്റയുടെ കീഴിൽ വരുന്നതാണ്. ടെലിഗ്രാമാണ് ആൻസർ വരുന്നത്. ഡീപ് ഫേക്ക് എന്നാൽ
വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ്പ് ഫേക്ക്. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ്പ് ഫേക്ക്. ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നു? വേഡ് പ്രോസസ്സർ. ഓപ്പൺ ഓഫീസ് റൈറ്റർ വേഡ് പ്രോസസ്സർ എന്ന വിഭാഗത്തിൽ പെടുന്നു. കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണമാണ് മാൻ പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. 2 KB എന്നത് 2048 ബൈറ്റ്സ് ആണ്. 2 KB എന്ന് പറയുന്നത് 2048 ബൈറ്റ്സ്. 1 KB പറഞ്ഞാൽ 1024 ബൈറ്റ്സ്. 2 KB 2048 ബൈറ്റ്സ്. സെൻസിറ്റീവായ ബാങ്ക് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി, സ്ഥാപനം വിശ്വസനീയവും ആകർഷകമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഫിഷിംഗ് എന്നറിയപ്പെടുന്നു. സെൻസിറ്റീവായ ബാങ്ക്, ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി, സ്ഥാപനം വിശ്വസനീയവും ആകർഷകമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഫിഷിംഗ് ആണ്. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? റൂട്ടറാണ്. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? റൂട്ടർ. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് ഡാം ഒരു ഡാഷ് ആണ്, മാൽവെയർ ആണ്. ഡാം എന്നത് ഒരു മാൽവെയർ ആണ്. ഡാം എന്നത് ഒരു മാൽവെയർ ആണ്. GPS-ന്റെ പൂർണ്ണരൂപം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് GPS. വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് കുക്കി. സഫാരി, ഒപ്പേറ, ഫയർഫോക്സ് എന്നിവയെല്ലാം വെബ് ബ്രൗസറാണ്. കുക്കി അതല്ല. വെബ് ബ്രൗസർ, സഫാരി, ഒപ്പേറ, ഫയർഫോക്സ് ഒക്കെ വെബ് ബ്രൗസറാണ്. അപ്പോൾ വെബ് ബ്രൗസർ എന്നാൽ വെബ് ബ്രൗസർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് www അടങ്ങിയ വേൾഡ് വൈഡ് വെബിൽ അടങ്ങിയ ഡോക്യുമെൻറ്റുകളിലൂടെ കടന്നു പോവുകയും വിവരങ്ങൾ പ്രദർശിപ്പിക്കുകയോ തിരിച്ചെടുക്കാനോ കഴിയും. പ്രദർശിപ്പിക്കേണ്ട ഡോക്യുമെൻ്റ് URL ഉപയോഗിച്ച് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു URL അതിൻ്റെ DNS ചേരുന്നതോടൊപ്പം ഫയലിൻ്റെ പേരും അടങ്ങിയിരിക്കുന്നു. നെറ്റ്വർക്കിലൂടെ ഡോക്യുമെൻറ്റുകൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള നിയമവും ഇതിൽ പ്രതിപാദിക്കുന്നു. ഒരു വെബ് പേജ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിനുള്ള വാക്യങ്ങൾ, ചിത്രങ്ങൾ, ഹൈപ്പർ ലിങ്കുകൾ, വീഡിയോകൾ, ശബ്ദങ്ങൾ, വെബ് പേജിലുള്ള പ്രോഗ്രാം ശകലങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുവാൻ ബ്രൗസറിന് സാധിക്കുന്നു. ഒട്ടുമിക്ക www ഡോക്യുമെൻറ്റുകളും വെബ് പേജുകൾ എന്നറിയപ്പെടുന്ന ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് HTML ടാഗുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML ഫുൾ ഫോം. നോക്കി വയ്ക്കുക. വെബ് ബ്രൗസർ ഈ ടാഗുകളെ തർജ്ജമ ചെയ്ത് രൂപഘടനയിൽ മാറ്റം വരുത്തി പ്രദർശിപ്പിക്കുന്നു. ഇത് വെബ് പേജുകളിലെ ഹൈപ്പർ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് വിവിധ പേജുകളിലുള്ള സഞ്ചാരം അനുവദിക്കുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന വെബ് ബ്രൗസറുകളാണ് ഗൂഗിൾ ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല ഫയർഫോക്സ് എന്നിവയാണ്. ജനപ്രിയമായ ചില ബ്രൗസറുകൾ, ലഘുചിത്രങ്ങൾ എന്നിവ കൊടുത്തിരിക്കുന്നു. ഇത് ഗൂഗിൾ ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല ഫയർഫോക്സ്, ഒപ്പാര, സഫാരി എന്നിവയൊക്കെ വെബ് ബ്രൗസറുകളാണ്. ഇതിൽ ചില ബ്രൗസറുകളിൽ മൊബൈൽ പതിപ്പ് ലഭ്യമാണ്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല ഫയർഫോക്സ്, ഗൂഗിൾ കോം എന്നിവയാണ് ജനപ്രിയമായ ചില ബ്രൗസറുകൾ. അതിൻ്റെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചിലതൊക്കെ മൊബൈലിലും ഉപയോഗിക്കാം. നമ്മൾ ഗൂഗിൾ ക്രോമൊക്കെ മൊബൈലിൽ ഉപയോഗിക്കുന്നുണ്ട്. സഫാരി അങ്ങനെ ആപ്പിൾ ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് നോക്കാം. അടുത്തത് മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ AI സംവിധാനമാണ് കോപൈലറ്റ്. മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ AI സംവിധാനമാണ് കോപൈലറ്റ്. താഴെ പറയുന്നതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുവായ ഭാഷ പൈത്തൺ. താഴെ പറയുന്നതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് AIയുടെ പൊതുവായ ഭാഷയാണ് പൈത്തൺ. കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്ലോട്ടറാണ്. കീബോർഡ്, ട്രാക്ക് ബോൾ, ബാർകോഡ് റീഡറൊക്കെ ഇൻപുട്ട് ഉപകരണമാണ്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. പ്ലോട്ടർ പ്രിൻ്ററിനെമാതിരി ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. ഫ്ലക്സ് പ്രിൻ്ററാണ്. ഫ്ലക്സ് പ്രിൻ്റിനുള്ള ഒരു ഉപകരണമാണ് പ്ലോട്ടർ. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? മായ OS. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മായ OS. താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? ബ്ലൂറേ ഡിസ്ക്. താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണമാണ് ബ്ലൂറേ ഡിസ്ക്. ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ മുതലായവ അയക്കാവുന്നതാണ്. ഇത് ശരിയാണ്. പേപ്പർ ഉപയോഗിക്കാത്തത് കാരണം ഇമെയിൽ പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ഇതും ശരിയാണ്. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല. അത് തെറ്റാണ്. ഇമെയിൽ മുഖാന്തരം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്നതാണ്. ഇതും ശരിയാണ്. അപ്പോൾ ഇമെയിലിൻ്റെ പ്രത്യേകത ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല എന്നത് തെറ്റാണ്. ഇമെയിൽ വഴി വൈറസും വ്യാപിക്കാം. അപ്പോൾ ഇമെയിലിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങളൊന്നുകൂടി നോക്കാം. ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ മുതലായവ അയക്കാവുന്നതാണ്. പേപ്പർ ഉപയോഗിക്കാത്തത് കാരണം ഇമെയിൽ പരിസ്ഥിതി സൗഹാർദ്ദമാണ്.
ഇമെയിൽ മുഖാന്തരം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്നതാണ്. ഒരു നെറ്റ്വർക്ക് ഹബിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഒന്ന് മാത്രമാണ്. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഒരു നെറ്റ്വർക്ക് ഹബ്ബ്. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് നെറ്റ്വർക്ക് ഹബ്ബ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗ്ഗം ഏതാണ്? ഫങ്ഷൻസ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗ്ഗം ഏത്? ഫങ്ഷൻസ്. ഒരു വയർലെസ് റൂട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറഞ്ഞ ഏത് ഉപകരണമാണ് സഹായിക്കുക? വയർലെസ് റിപ്പീറ്റർ. ഒരു വയർലെസ് റൂട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? വയർലെസ് റിപ്പീറ്റർ. റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ വിനിമയ മാധ്യമത്തിലൂടെ വരുന്ന വൈദ്യുത കാന്തിക പ്രകാശ തരംഗങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഉപകരണമാണ് റിപ്പീറ്റർ. വയേർഡ് മാധ്യമത്തിലൂടെയോ വയർലെസ്സിലൂടെയോ ഡാറ്റയ്ക്ക് പരിമിതമായ ദൂരത്തേക്ക് മാത്രമേ ശക്തി ക്ഷയിക്കാതെ സഞ്ചരിക്കാൻ കഴിയൂ. ഇതിന് കാരണം നോയ്സ് ആണ്. റിപ്പീറ്റർ ഇങ്ങനെ വരുന്ന തരംഗങ്ങളെ സ്വീകരിച്ച് ശക്തി കൂട്ടി ലക്ഷ്യസ്ഥാനത്തേക്ക് പുനഃസംപ്രേഷണം നടത്തുന്നു. വയർലെസ് റിപ്പീറ്റർ. വിനിമയ മാധ്യമത്തിലൂടെ വരുന്ന വൈദ്യുത കാന്തിക പ്രകാശ തരംഗങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഉപകരണമാണ് റിപ്പീറ്റർ. വയേർഡ് മാധ്യമത്തിലൂടെയോ വയർലെസ്സിലൂടെയോ ഡാറ്റയ്ക്ക് പരിമിതമായ ദൂരത്തേക്ക് മാത്രമേ ശക്തി ക്ഷയിക്കാതെ സഞ്ചരിക്കാൻ കഴിയൂ. ഇതിന് കാരണം നോയ്സ് ആണ്. റിപ്പീറ്റർ ഇങ്ങനെ വരുന്ന തരംഗങ്ങളെ സ്വീകരിച്ച് ശക്തി കൂട്ടി ലക്ഷ്യസ്ഥാനത്തേക്ക് പുനഃസംപ്രേഷണം നടത്തുന്നു. അപ്പോൾ ഒരു വയർലെസ് റൂട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറഞ്ഞ ഏത് ഉപകരണമാണ് സഹായിക്കുക? വയർലെസ് റിപ്പീറ്റർ. ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണമാണ് മൗസ്. ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണമാണ് മൗസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. ഒപ്റ്റിക്കൽ ഡിസ്ക് വിഭാഗത്തിൽ പെടാത്ത ഹാർഡ് ഡിസ്ക്കാണ്. CD, DVD, ബ്ലൂറേ ഡിസ്കൊക്കെ ഒപ്റ്റിക്കൽ ഡിസ്ക്കാണ്. ഹാർഡ് ഡിസ്ക് അല്ല. ഒപ്റ്റിക്കൽ ഡിസ്ക് CD, DVD, ബ്ലൂറേ ഡിസ്ക് എന്നിവയെല്ലാം ഒപ്റ്റിക്കൽ ഡിസ്ക് വിഭാഗത്തിൽ പെടുന്നു. നിബിൾ 4 ബിറ്റാണ് ഒരു നിബിൾ. ഒരു കെട്ടിടത്തിൻ്റെയോ ഓഫീസിൻ്റെയോ ഉള്ളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് LAN. ഒരു കെട്ടിടത്തിൻ്റെയോ ഓഫീസിൻ്റെയോ ഉള്ളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് LAN. സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷനാണ് സ്പാർക്ക്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷനാണ് സ്പാർക്ക്. ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിന് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ. ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ. ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയമാണ് ഒപ്റ്റിക്കൽ ഫൈബർ. ചേരുംപടി ചേർക്കുക. ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ 1 D ആണ്. ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുകയാണ് ക്രാക്കിംഗ്. ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുന്നതിനെയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗ്ഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക. അതീവ സുരക്ഷാ വിവരങ്ങൾ, അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ പിൻ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യാജമാർഗ്ഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ചോർത്തിയെടുക്കുക. സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്നതിനെയാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. സൈബർ ടെററിസം ദേശസുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനമാണ് സൈബർ ടെററിസം. സൈബർ ടെററിസത്തെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് 66F. ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന വിവരങ്ങൾ മിസ്റ്റർ എ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു. എ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാൻ കഴിയുമോ? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66 പ്രകാരം എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയമാക്കാം. അപ്പോൾ ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ മിസ്റ്റർ എ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു. എ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാൻ കഴിയുമോ? അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66 പ്രകാരം എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയമാക്കാം. വിവരസാങ്കേതിക നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞത് ഏതാണ് ശരി? ആശയവിനിമയ സേവനത്തിലൂടെ കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള ശിക്ഷ 66A ആണ്. ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ സെക്ഷൻ 66C. കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കാനുള്ള ശിക്ഷ 66D ആണ്. ഐഡന്റിറ്റി സ്വകാര്യത ലംഘിച്ചതിനുള്ള ശിക്ഷ 66E. പ്രൈവസിയുടെ കാര്യം നമ്മൾ 66E. അപ്പോൾ ആശയവിനിമയ സേവനത്തിലൂടെ കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള ശിക്ഷ 66A. ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ 66C ആണ്. ഐഡന്റിറ്റി മോഷണം 66C. കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിച്ചാലുള്ള ശിക്ഷ 66D. സ്വകാര്യത ലംഘിച്ചതിനുള്ള ശിക്ഷ 66E. അപ്പോൾ IT നിയമം 2000-ലും IT ഭേദഗതി 2008-ലും സൂചിപ്പിച്ചിട്ടുള്ള ചില സാധാരണ കുറ്റങ്ങളും അവരുടെ ശിക്ഷകളും ടേബിളാണിത്.
65 ഭാഗം 65 പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുക. 65 പറയുന്നത് 2 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം തടവോ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന ശിക്ഷയാണ്. 65 ഭാഗം 65 കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുക. 66 കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ 5 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവും രണ്ടും കൂടിയോ ലഭിക്കാവുന്ന ശിക്ഷയാണിത്. 66B മോഷ്ടിച്ച കമ്പ്യൂട്ടർ ആശയവിനിമയ സംവിധാനം ഇവ വാങ്ങുന്നത് 1 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന ശിക്ഷയാണിത്. 66C ഐഡന്റിറ്റി മോഷണം നടത്തുക 1 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ ലഭിക്കാവുന്ന ശിക്ഷയാണിത്. 64D കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുക 1 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന ശിക്ഷയാണിത്. 66E സ്വകാര്യത ലംഘനം 2 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന ശിക്ഷയാണിത്. 66F സൈബർ ഭീകരത ജീവിതാവസാനം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണ് സൈബർ ഭീകരത. 67 ഇലക്ട്രോണിക് രീതിയിൽ അശ്ലീലം പ്രചരിപ്പിക്കൽ 2 മുതൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും കുറ്റം ആവർത്തിച്ചാൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. 67A ഇലക്ട്രോണിക് രീതിയിൽ ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കൽ 10 ലക്ഷം രൂപ വരെ പിഴയും 5 വർഷം വരെ തടവും. 67B ഇലക്ട്രോണിക് രീതിയിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും കുറ്റം ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. ഓൺലൈൻ ആശയവിനിമയ സംവിധാനങ്ങളായ ഇമെയിൽ, സാമൂഹിക മാധ്യമം, SMS മുതലായവയിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചാലുള്ള ശിക്ഷാ നടപടികൾ ഇന്ത്യൻ പീനൽ കോഡിലെ ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്കനുസരിച്ചായിരിക്കും. അപ്പോൾ 65 പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തിയുള്ള വകുപ്പാണ്. 66 കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളാണ്. 66B മോഷ്ടിച്ച കമ്പ്യൂട്ടർ ആശയവിനിമയ സംവിധാനം ഇവ വാങ്ങുക. 66C ഐഡന്റിറ്റി മോഷണം നടത്തുക. 66D കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുക. 66E സ്വകാര്യത ലംഘനം. 66F സൈബർ ഭീകരത. 67 ഇലക്ട്രോണിക് രീതിയിൽ അശ്ലീലം പ്രചരിപ്പിക്കൽ. 67A ഇലക്ട്രോണിക് രീതിയിൽ ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കൽ. 67B ഇലക്ട്രോണിക് രീതിയിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കൽ. ഇത് ചോദിക്കാൻ കുട്ടികൾക്കെതിരെയുള്ളത് ചോദിക്കാറുണ്ട്. 67B ആണ് കുട്ടികൾക്കെതിരെയുള്ളത്. അടുത്തത് ഡേഷിന് ഉദാഹരണമാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ HDMIയുടെ പൂർണ്ണരൂപം ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് ആണ്. HDMI ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. ജിംബിൽ ഒരു ആനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ഡേഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം. GIF ജിഫ് ഫോർമാറ്റിൽ. ജിംബിൽ ഒരു ആനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ജിഫ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം. താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത്? ഗൂഗിൾ, മോസില്ല ഫയർഫോക്സ്, DuckDuckGo, ഡോൾഫിൻ എന്നിവയ്ക്ക് വെബ് ബ്രൗസറുകളാണ്. ഗൂഗിൾ ഒരു വെബ് ബ്രൗസർ അല്ല. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്. മോസില്ല ഫയർഫോക്സ്, DuckDuckGo, ഡോൾഫിൻ എന്നിവയ്ക്ക് വെബ് ബ്രൗസറുകളാണ്. ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ്. സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. വേൾഡ് വൈഡ് വെബിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെൻറ്റുകൾ കൈകാര്യം ചെയ്യൽ. വേൾഡ് വൈഡ് വെബിൻ്റെ പ്രധാന ഉദ്ദേശമാണ് ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെൻറ്റുകൾ കൈകാര്യം ചെയ്യൽ. താഴെ കൊടുത്തവയിൽ ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ലിനക്സ്. താഴെ കൊടുത്തവയിൽ ലിനക്സ് ആണ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സിനെ പറ്റി നോക്കാം. GNU ലിനക്സ് സ്വതന്ത്ര ഓപ്പൺ സോഫ്റ്റ്വെയർ മാതൃകയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിഭാഗത്തിൽപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് GNU ലിനക്സ്. 1983 FSFൽ റിച്ചാർഡ് സ്റ്റാൾമാൻ അവതരിപ്പിച്ച പ്രൊജക്റ്റിൽ ചിട്ടപ്പെടുത്തിയ ഒന്നാണിത്. GNU ലിനക്സ് അവതരിപ്പിച്ചത് റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. സ്വതന്ത്ര ഓപ്പൺ സോഫ്റ്റ്വെയർ മാതൃകയിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിഭാഗത്തിൽപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് GNU ലിനക്സ്. ജിംബ് GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് ജിംബിൻ്റെ ഫുൾ ഫോം. ചിത്രങ്ങളെ ചിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണിത്. ചിത്രങ്ങൾ നിർമ്മിക്കുവാനും ചിട്ടപ്പെടുത്തുവാനും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാനും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു. വിവിധ ഫയൽ ഫോർമാറ്റുകളെ പിന്തുണയ്ക്കാനും ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നതിനും ജിംബ് സഹായിക്കുന്നു. GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് ജിംബിൻ്റെ ഫുൾ ഫോം. അത് ചിലപ്പോൾ ചോദിക്കാം. GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ചിത്രങ്ങളെ ചിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണിത്. ചിത്രങ്ങൾ നിർമ്മിക്കുവാനും ചിട്ടപ്പെടുത്തുവാനും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു. വിവിധ ഫയൽ ഫോർമാറ്റുകളെ പിന്തുണയ്ക്കാനും ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്നതിനും ജിംബ് സഹായിക്കുന്നു. മോസില്ല ഫയർഫോക്സ് മോസില്ല കോർപ്പറേഷൻ നിർമ്മിച്ച വളരെ പ്രശസ്തമായ ഒരു വെബ് ബ്രൗസറാണ് മോസില്ല ഫയർഫോക്സ്. സുരക്ഷിതമായ ബ്രൗസിങ്ങിന് ഇത് അനുയോജ്യമാണ്. മോസില്ല ഫയർഫോക്സ് ഒരു വെബ് ബ്രൗസറാണ്.
ഇത് സുരക്ഷിതമായ ബ്രൗസറിന് അനുയോജ്യമാണ്. മോസില്ല കോർപ്പറേഷനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഓപ്പൺ ഓഫീസ് ORG ഒരു സമ്പൂർണ്ണ ഓഫീസ് പാക്കേജാണ് ഓപ്പൺ ഓഫീസ്. ഇതിൽ ലിഖിത ഉള്ളടക്കങ്ങൾ തയ്യാറാക്കാനും രൂപമാറ്റം ചെയ്യുവാനും വേർഡ് പ്രോസസ്സറായ റൈറ്റർ, സ്പ്രെഡ്ഷീറ്റായ കാൽക്ക്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയറായ ഇംപ്രസ് എന്നിവ ഉപയോഗിക്കുന്നു. ഇത് ലിനക്സ്, വിൻഡോസ് സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഒരു സമ്പൂർണ്ണ ഓഫീസ് പാക്കേജാണ് ഓപ്പൺ ഓഫീസ് ORG. ഇതിൽ ലിഖിത ഉള്ളടക്കങ്ങൾ തയ്യാറാക്കാനും രൂപമാറ്റം ചെയ്യാനും വേർഡ് പ്രോസസ്സറായ റൈറ്റർ, സ്പ്രെഡ്ഷീറ്റായ കാൽക്ക്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയറായ ഇംപ്രസ് എന്നിവ ഉപയോഗിക്കുന്നു. ഇത് ലിനക്സ്, വിൻഡോസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു. CPU-വിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വേഗതയേറിയതുമായ മെമ്മറി ഘടകമാണ് കാഷ് മെമ്മറി. CPU-വിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയതുമായ മെമ്മറി ഘടകമാണ് കാഷ് മെമ്മറി. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായോ തിരഞ്ഞെടുക്കുക. പ്ലോട്ടർ ഒരു ഇൻപുട്ട് ഡിവൈസ് അല്ല. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. റാം വോളറ്റൈൽ മെമ്മറിയാണ്. ഓപ്പൺ ഓഫീസ് ബേസ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. MICR ഒരു ഇൻപുട്ട് ഡിവൈസാണ്. MICR ഒരു ഇൻപുട്ട് ഡിവൈസാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ്. അപ്പോൾ പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. റാം വോളറ്റൈൽ മെമ്മറിയാണ്. ഓപ്പൺ ഓഫീസ് ബേസ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. MICR ഒരു ഇൻപുട്ട് ഡിവൈസാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. 1, 2, 3, 4, 5 ഇതിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീയാണ് Ctrl+M. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീയാണ് Ctrl+M. ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെൻറ്റിൽ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷനാണ് ഇൻസെർട്ട് മെനുവിലാണുള്ളത്. ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെൻറ്റിൽ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഇൻസെർട്ട് മെനുവിലാണുള്ളത്. ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .ods ആണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .ods ആണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷനാണ് ആവറേജ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ കൗണ്ട് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ ബ്ലാങ്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിലെ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ഒരു റേഞ്ചിലെ ബ്ലാങ്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ശരിയാണ്. ഒന്നുകൂടി വായിച്ചു നോക്കാം. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീയാണ് Ctrl+M. ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെൻറ്റിൽ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഇൻസെർട്ട് മെനുവിലാണുള്ളത്. ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .ods ആണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷനാണ് ആവറേജ് ബ്രാക്കറ്റ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിലെ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ ബ്ലാങ്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. അടുത്തത് 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് എന്താണ്? ഐരാവത്. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരാണ് ഐരാവത്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എന്താണെന്ന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്. ബൈനറി അക്കങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷകളെ യന്ത്രഭാഷ എന്ന് പറയുന്നു. യന്ത്രഭാഷയിൽ പ്രോഗ്രാം എഴുതുന്നത് ഏറെ ദുഷ്കരമാണ്. അസംബ്ലി ലാംഗ്വേജ്, ഇന്റർമീഡിയറ്റ് പ്രോഗ്രാമിംഗ് ഭാഷയാണ് അസംബ്ലി ലാംഗ്വേജുകൾ. ഇവയിൽ പ്രവർത്തനത്തിനായി ന്യൂമോണിക് എന്ന പ്രതീകാത്മകമായ പേര് നൽകുന്നു. ഉദാഹരണത്തിന് അഡീഷൻ എന്നതിന് ആഡ്, വ്യവകലനത്തിന് സബ് എന്നിങ്ങനെ പേര് നൽകുന്നു. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഭാഷയുടേതിന് സമാനമായതും മെഷീൻ അസംബ്ലി ലാംഗ്വേജുകളേക്കാൾ ലളിതമായതുമായ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഭാഷയുടേതിന് സമാനമായതും മെഷീൻ അസംബ്ലി ലാംഗ്വേജുകളേക്കാൾ ലളിതമായതുമാണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ. ഇത്തരം ഭാഷകളെ തുല്യമായ മെഷീൻ ലാംഗ്വേജുകളിലേക്ക് മാറ്റുന്നതിനായി കമ്പൈലർ, ഇന്റർപ്രറ്റർ എന്നിവ ആവശ്യമായി വരുന്നു. C++, ജാവ എന്നിവ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പം പൊതുവെ ഉപയോഗിക്കുന്നതാണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഭാഷയുടേതിന് സമാനമായതാണ്. മെഷീൻ അസംബ്ലി ലാംഗ്വേജുകളേക്കാൾ ലളിതവുമായതാണ്. ഇത്തരം ഭാഷകളെ തുല്യമായ മെഷീൻ ലാംഗ്വേജുകളിലേക്ക് മാറ്റുന്നതിന് കമ്പൈലർ, ഇന്റർപ്രറ്റർ എന്നിവ ആവശ്യമായി വരുന്നു. C++, ജാവ എന്നിവ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്ക് ഉദാഹരണങ്ങളാണ്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? ഇക്യൂബ്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായിട്ട് കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരാണ് ഇക്യൂബ്. ഇനി പറയുന്നത് ഏതാണ്? വോളറ്റൈൽ മെമ്മറി. റാമാണ് വോളറ്റൈൽ മെമ്മറി. റോമിൻ്റെയും സവിശേഷത കൊടുത്തിട്ട് റാം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി. ഇത് റോമിനേക്കാൾ വേഗത കൂടിയതാണ്. റാൻഡം ആക്സസ് മെമ്മറി റോമിനേക്കാൾ വേഗത കൂടുതലാണ്. റീഡ് ഓൺലി മെമ്മറിക്ക് വേഗത കുറവാണ്.
റാം ആക്സസ് മെമ്മറി കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഡാറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇത് സൂക്ഷിക്കുന്നു. ഡാറ്റയുടെ സംഭരണവും വീണ്ടെടുക്കലും ഇത് അനുവദിക്കുന്നു. കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഇതിൽ ഉള്ളടക്കം നഷ്ടപ്പെടുന്നതിനാൽ ഇതൊരു അസ്ഥിര മെമ്മറിയാണ്. അതായത് വോളറ്റൈൽ മെമ്മറി. കമ്പ്യൂട്ടർ ഓഫാക്കി കഴിഞ്ഞാൽ ഇതിലത്തെ ഉള്ളടക്കം നഷ്ടപ്പെടുന്നു. റാൻഡം ആക്സസ് മെമ്മറി. റീഡ് ഓൺലി മെമ്മറി കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം ഇത് സൂക്ഷിക്കുന്നു. ഇതിന് വേഗത കുറവാണ്. സാധാരണയായി ഇതിൽ നിന്ന് ഡാറ്റ തിരിച്ചെടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കമ്പ്യൂട്ടർ ഓഫാക്കിയാലും റോമിലെ ഉള്ളടക്കം നഷ്ടപ്പെടാത്തതിനാൽ ഇതൊരു സ്ഥിര മെമ്മറിയാണ്. അപ്പോൾ റോം സ്ഥിര മെമ്മറിയാണ്, റാൻഡം ആക്സസ് മെമ്മറി അസ്ഥിര മെമ്മറിയാണ്. അപ്പോൾ റാം സ്പീഡ് നല്ല വേഗത കൂടുതലാണ്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഡാറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇത് സൂക്ഷിക്കുന്നു. ഡാറ്റയുടെ സംഭരണവും വീണ്ടെടുക്കലും ഇത് അനുവദിക്കുന്നു. കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഇതിൽ ഉള്ളടക്കം നഷ്ടപ്പെടുന്നതിനാൽ ഇതൊരു അസ്ഥിര മെമ്മറിയാണ്. റീഡ് ഓൺലി മെമ്മറി അതായത് റോം വളരെ ഇതിന് വേഗത കുറവാണ്. കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം ഇത് സൂക്ഷിക്കുന്നു. സാധാരണയായി ഇതിൽ നിന്ന് ഡാറ്റ തിരിച്ചെടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കമ്പ്യൂട്ടർ ഓഫാക്കിയാലും റോമിലെ ഉള്ളടക്കം നഷ്ടപ്പെടാത്തതിനാൽ ഇതൊരു സ്ഥിര മെമ്മറിയാണ്. നമ്മൾ ഇവിടെ കുറച്ച് ഫുൾ ഫോംസ് കൊടുത്തിട്ടുണ്ട്. CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് CPU. റാൻഡം ആക്സസ് മെമ്മറി. റോം റീഡ് ഓൺലി മെമ്മറി. BIOS ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റമാണ് BIOS. HDD ഹാർഡ് ഡിസ്ക് ഡ്രൈവ് HDD. SSD സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് SSD സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. USB യൂണിവേഴ്സൽ സീരിയൽ ബസ് USB യൂണിവേഴ്സൽ സീരിയൽ ബസ്. LAN ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. WAN വൈഡ് ഏരിയ നെറ്റ്വർക്ക്. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTPS ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. IP ഇൻ്റർനെറ്റ് പ്രോട്ടോകോളാണ്. ISP ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ISP ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. DNS ഡൊമൈൻ നെയിം സിസ്റ്റം. DNS. FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് FTP. GUI ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. GUI ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം. URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. SQL സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. SQL സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ML മെഷീൻ ലേണിംഗ്. VPN വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. VPN വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. IBRO ഇൻപുട്ട് ഔട്ട്പുട്ട്. PDF പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. PDFിൻ്റെ ഇപ്പോൾ റീസെൻ്റായിട്ട് ചോദിച്ചിരുന്നു. പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റാണ് PDF. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിൻ്റെ പുതിയ പേര് മെറ്റ. അപ്പോൾ ഫേസ്ബുക്ക് ഇപ്പോൾ മെറ്റയുടെ കീഴിലാണ്. ഇനി പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡാറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത്? റൂട്ടറാണ് ഡാറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത്. റൂട്ടറാണ്. ഏത് മാൽവെയറാണ് അതിൻ്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ഇതൊന്നുമല്ല. ഏത് മാൽവെയറാണ്? സ്പൈവെയർ, റാൻസംവെയർ, ട്രോജൻ ഹോഴ്സ് ഒക്കെ മാൽവെയറുകളാണ്. സ്പൈവെയർ, റാൻസംവെയർ, ട്രോജൻ ഹോഴ്സ് ഒക്കെ മാൽവെയറുകളാണ്. വെബ് ഡിസൈനിങ്ങിൽ HTML ടാഗുകളുടെയും ആട്രിബ്യൂട്ടുകളുടെയും ആവർത്തിച്ചുള്ള ഉപയോഗം ഒഴിവാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് CSS. വെബ് ഡിസൈനിങ്ങിൽ HTML ടാഗുകളുടെയും ആട്രിബ്യൂട്ടുകളുടെയും ആവർത്തിച്ചുള്ള ഉപയോഗം ഒഴിവാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് CSS. ഒരു പൊതുലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളായി വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരങ്ങളെ പറയുന്ന പേരാണ് ഗ്രിഡ്. ഒരു പൊതുലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളായി വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരങ്ങളെ പറയുന്ന പേരാണ് ഗ്രിഡ്. വിവര സാങ്കേതിക വിദ്യാ നിയമത്തിൽ 66F അനുസരിച്ചാണ് സൈബർ ഭീകരതയ്ക്ക് ശിക്ഷ നിർണ്ണയിക്കുന്നത്. ജീവിതാവസാനം വരെ തടവ് ലഭിക്കാം. ഇത് രണ്ടും സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 66F ആണ് സൈബർ ഭീകരത. ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബാണ് BlinkX. നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റാണ് നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ. അതുപോലെ ഇത് നിലവിൽ വന്നത് 2019 ഓഗസ്റ്റിലാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റാണ് നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ. ഇത് നിലവിൽ വന്നത് 2019 ഓഗസ്റ്റിലാണ്. ChatGPTനുള്ള ഔദ്യോഗിക വെബ്സൈറ്റ് ഇതാണ് www.chatgpt.com. ChatGPTക്കുള്ള ഔദ്യോഗിക വെബ്സൈറ്റ് www.chatgpt.com. CPU-നും പ്രധാന മെമ്മറിക്കുമിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ മെമ്മറിയാണ് കാഷെ മെമ്മറി. CPU-നും പ്രധാന മെമ്മറിക്കുമിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ മെമ്മറിയാണ് കാഷെ. താഴെ പറയുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത്. ഫയർഫോക്സ് യുണിക്സ് ഡിവൈസ് ഡ്രൈവർ. ഫയർഫോക്സ് ഒരു സെർച്ച് എഞ്ചിനാണ്. യുണിക്സ് ഡിവൈസ് ഡ്രൈവറൊക്കെ സോഫ്റ്റ്വെയർസാണ്. HTML ഒരു ശൂന്യമായ ടാഗിന് ഒരു ഉദാഹരണം ഇതാണ്
ശൂന്യമായ ടാഗിന് ഒരു ഉദാഹരണമാണ് EIMG ഇമേജ്. AI പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ മക്കാർത്തിയാണ്. AI പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ മക്കാർത്തി. ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നിന്ന് ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ്. സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്നതുവരെ മെമ്മറിയിൽ വസിക്കുന്നു. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നിന്ന് ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ്. സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്നതുവരെ മെമ്മറിയിൽ വസിക്കുന്നു. കാർബൺ പകർപ്പുകൾ നിർമ്മിക്കാൻ കഴിയുന്ന പ്രിന്ററാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. കാർബൺ പകർപ്പുകൾ നിർമ്മിക്കുവാൻ കഴിയുന്ന പ്രിന്ററാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽപ്പെടാത്തത് സ്വകാര്യ വിവരങ്ങളുടെ മോഷണം, ശല്യപ്പെടുത്തൽ, ആൾമാറാട്ടവും വഞ്ചനയും. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യമല്ല. വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ പെടുന്നത് സ്വകാര്യ വിവരങ്ങളുടെ മോഷണം, ശല്യപ്പെടുത്തൽ, ആൾമാറാട്ടവും വഞ്ചനയുമൊക്കെയാണ്. ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് അടുത്തിടെ ഇന്ത്യ ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകി. ഡാം എന്നത് എന്താണ്? ഒരു മാൽവെയറാണ്. ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് അടുത്തിടെ ഇന്ത്യ ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകി. ഡാം ഒരു മാൽവെയറാണ്. ഏത് കമ്പനിയാണ് വാട്സൺസ് AI ആരംഭിച്ചത്? IBM. ഏത് കമ്പനിയാണ് വാട്സൺസ് AI ആരംഭിച്ചത്? IBM. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലെത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് M-സേവനം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലെത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് M-സേവനം. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഐരാവത്. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഐരാവത്. വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണമാണ് HTML. വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണമാണ് HTML. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTMLൻ്റെ ഫുൾ ഫോം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബ്ബും സ്വിച്ചും ഉപയോഗിക്കുന്നു. ഇത് ശരിയാണ്. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബ്ബും സ്വിച്ചും ഉപയോഗിക്കുന്നു. ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നു. ഇതും ശരിയാണ്. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ. അപ്പോൾ ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഹബ്ബും സ്വിച്ചും. ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നു. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം നൽകുകയുള്ളൂ. അടുത്തത് ചേരുംപടി ചേർക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം 1.3. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബ്രൗസർ. ആൻഡ്രോയിഡ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. 2 ബ്രൗസർ ഫയർഫോക്സ് ഒരു ബ്രൗസറാണ്. ഇൻപുട്ട് ഡിവൈസ് ജോയ്സ്റ്റിക്ക് ഒരു ഇൻപുട്ട് ഡിവൈസാണ്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ്, ബ്രൗസർ, ഫയർഫോക്സ്, ഇൻപുട്ട് ഡിവൈസ് ജോയ്സ്റ്റിക്ക്, ഔട്ട്പുട്ട് ഡിവൈസ് പ്ലോട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് മൈക്രോഫോണാണ്. ഹെഡ്ഫോൺ, സ്പീക്കർ, സൗണ്ട് കാർഡ് എന്നിവയൊക്കെ ഔട്ട്പുട്ട് ഉപകരണമാണ്. മൈക്രോഫോൺ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. PDF-ൻ്റെ പൂർണ്ണരൂപം പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റാണ് PDF പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏത്? സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത്. IT ആക്ട് 2000 പ്രകാരം സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത് അനുവദനീയമല്ല. താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത്? സഫാരി ഒരു വെബ് ബ്രൗസറാണ്. ആപ്പിളിൻ്റെ വെബ് ബ്രൗസറാണ് സഫാരി. ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനമാണ് ജെമിനി. ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനമാണ് ജെമിനി. ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്ന താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? വോയൂറിസം. ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്ന താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? വോയൂറിസമാണത്. കുറച്ചുകൂടെ നോക്കാം. കംപ്രഷൻ ടൂൾസ്. വലിയ ഫയലുകളെ ചുരുങ്ങിയ സംഭരണ സ്ഥലങ്ങളിലേക്ക് ചുരുക്കുക എന്നാണ് കംപ്രഷൻ ടൂൾസിലൂടെ ചെയ്യുന്നത്. ആവശ്യാനുസരണം ഒരിക്കൽ കംപ്രഷൻ യൂട്ടിലിറ്റി ഉപയോഗിച്ച് വലിപ്പം കുറച്ച ഫയലുകളെ ഡീകംപ്രസ് ചെയ്ത് യഥാർത്ഥ വലിപ്പത്തിലേക്ക് മാറ്റുവാൻ സാധിക്കും. ഫയലുകളെ കംപ്രഷനെ സിപ്പിംഗ് എന്നും ഈ ഡീകംപ്രഷനെ അൺസിപ്പിംഗ് എന്നും വിളിക്കുന്നു. ഉദാഹരണം വിൻസിപ്പ്, വിൻറാർ എന്നിവ. കംപ്രഷൻ ടൂൾസ് എന്ന് പറഞ്ഞാൽ വലിയ ഫയലുകളെ ചുരുങ്ങിയ സംഭരണ സ്ഥലങ്ങളിലേക്ക് ചുരുക്കുക എന്നതാണ് കംപ്രഷൻ ടൂൾസിലൂടെ ചെയ്യുന്നത്. ആവശ്യാനുസരണം ഒരിക്കൽ കംപ്രഷൻ യൂട്ടിലിറ്റി ഉപയോഗിച്ച് വലിപ്പം കുറച്ച ഫയലുകളെ ഡീകംപ്രസ് ചെയ്ത് യഥാർത്ഥ വലിപ്പത്തിലേക്ക് മാറ്റുവാൻ സാധിക്കും. ഫയലുകളുടെ കംപ്രഷനെ സിപ്പിംഗ് എന്നും ഡീകംപ്രഷനെ അൺസിപ്പിംഗ് എന്നും വിളിക്കുന്നു. ഉദാഹരണം വിൻസിപ്പ്, വിൻറാർ എന്നിവ. അടുത്ത് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകളെ പുനഃക്രമീകരണം നടത്തുന്ന പ്രോഗ്രാമുകളെ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ എന്ന് പറയുന്നു. ഡിസ്കിൻ്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഫയലുകളെ ക്രമീകരിച്ചാൽ കമ്പ്യൂട്ടറിന് വേഗത കൂടുകയും പ്രവർത്തനം കാര്യക്ഷമമാവുകയും ചെയ്യും. ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകളെ പുനഃക്രമീകരണം നടത്തുന്ന പ്രോഗ്രാമുകളെ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ എന്ന് പറയുന്നു. ഡിസ്കിൻ്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഫയലുകളെ ക്രമീകരിച്ചാൽ കമ്പ്യൂട്ടറിന് വേഗത കൂടുകയും പ്രവർത്തനം കാര്യക്ഷമമാവുകയും ചെയ്യും. ബാക്കപ്പ് സോഫ്റ്റ്വെയർ.
ഏതെങ്കിലും കാരണത്താൽ ഹാർഡ് ഡിസ്കുകൾ പ്രവർത്തനരഹിതമാക്കുകയോ അബദ്ധത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുകയോ ചെയ്താൽ ഡിസ്കിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങളുടെ പകർപ്പ് നമുക്ക് എടുക്കുവാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയറാണിത്. ഈ സൗകര്യം ഉപയോഗിച്ച് ഫയലുകളോ ഫോൾഡറുകളോ ഡ്രൈവുകളോ നമുക്ക് ബാക്കപ്പിന് വിധേയമാക്കാം. ബാക്കപ്പ് സോഫ്റ്റ്വെയർ ഏതെങ്കിലും കാരണത്താൽ ഹാർഡ് ഡിസ്കുകൾ പ്രവർത്തനരഹിതമാകുമോ അബദ്ധത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കുകയോ ചെയ്താൽ ഡിസ്കിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങളുടെ പകർപ്പ് നമുക്ക് എടുക്കുവാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയറാണിത് ബാക്കപ്പ് സോഫ്റ്റ്വെയർ. ഈ സൗകര്യം ഉപയോഗിച്ച് ഫയലുകളോ ഫോൾഡറുകളോ ഡ്രൈവുകളോ നമുക്ക് ബാക്കപ്പിന് വിധേയമാക്കാം. നമ്മുടെ ഫോണിലുമുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ബാക്കപ്പ് സോഫ്റ്റ്വെയർ. ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്ന പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസുകൾ. ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ എന്ന യൂട്ടിലിറ്റി പ്രോഗ്രാം ഉപയോഗിച്ച് കമ്പ്യൂട്ടറിനെ ബാധിച്ചിരിക്കുന്ന വൈറസിനെ കണ്ടെത്താനും അവയെ ഒഴിവാക്കാനും കഴിയും. അപ്പോൾ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. പുതിയ വൈറസുകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകളും പുതുക്കേണ്ടതുണ്ട്. എല്ലാ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകളും സ്വയം പുതുക്കുന്ന സംവിധാനങ്ങളുണ്ട്. നോർട്ടൺ ആൻറ്റിവൈറസ്, കാസ്പെർസ്കി AVG എന്നിവ ഉദാഹരണങ്ങളാണ്. നോർട്ടൺ ആൻറ്റിവൈറസ്, കാസ്പെർസ്കി AVG എന്നിവ ഉദാഹരണങ്ങളാണ്. അപ്പോൾ നോർട്ടൺ ആൻറ്റിവൈറസ് അത് ചൊല്ലില്ല, കാസ്പെർസ്കി AVG എന്നിവ എന്തിൻ്റെ ഉദാഹരണങ്ങളാണ് എന്ന് ചോദിച്ചാൽ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകളാണ് കാസ്പെർസ്കി AVG എന്നിവ. വിവിധ തരത്തിലുള്ള ഭാഷാ പ്രോസസ്സറുകളാണ് ഇനി. ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. അസംബ്ലർ അസംബ്ലി ഭാഷയിൽ എഴുതിയ പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നതിന് അസംബ്ലർ എന്നറിയപ്പെടുന്ന ഒരു വിവർത്തകൻ ആവശ്യമുണ്ട്. പ്രോഗ്രാമിലെ പ്രവൃത്തികൾ നടപ്പിലാക്കുന്നതിന് തർജ്ജമ ചെയ്യപ്പെട്ട ശേഷമാണ്. കാരണം കമ്പ്യൂട്ടറിന് യന്ത്രകോഡ് നിർദ്ദേശം മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അസംബ്ലർ യന്ത്രാധിഷ്ഠിതമാണ്. അപ്പോൾ അസംബ്ലി ഭാഷയിൽ എഴുതിയ പ്രോഗ്രാമുകൾ യന്ത്രഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നതിന് അസംബ്ലർ എന്നറിയപ്പെടുന്ന ഒരു വിവർത്തകൻ ആവശ്യമുണ്ട്. പ്രോഗ്രാമിലെ പ്രവൃത്തികൾ നടപ്പിലാക്കുന്നത് തർജ്ജമ ചെയ്യപ്പെട്ട ശേഷമാണ്. കാരണം കമ്പ്യൂട്ടറിന് യന്ത്രകോഡ് നിർദ്ദേശം മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അസംബ്ലർ യന്ത്രാധിഷ്ഠിതമാണ്. ഇന്റർപ്രിറ്റർ ഉയർന്ന തലത്തിൽ എഴുതിയ പ്രോഗ്രാമുകളെ വരിയായി യാന്ത്രിക ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന ഭാഷാ പ്രോസസ്സറാണ് ഇന്റർപ്രിറ്റർ. ഏതെങ്കിലും ഒരു വരിയിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റുകൾ വെളിപ്പെടുത്തുകയും പ്രവർത്തനം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. തെറ്റ് തിരുത്തിയതിനു ശേഷം മാത്രമേ പ്രവർത്തനം തുടരുകയുള്ളൂ. ബേസിക് ഒരു ഇന്റർപ്രിറ്റഡ് ഭാഷയാണ്. ഉയർന്ന തലത്തിൽ എഴുതിയ പ്രോഗ്രാമുകളെ വരിയായി യാന്ത്രിക ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന ഭാഷാ പ്രോസസ്സറാണ് ഇന്റർപ്രിറ്റർ. ഏതെങ്കിലും ഒരു വരിയിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റുകൾ വെളിപ്പെടുത്തുകയും പ്രവർത്തനം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. തെറ്റ് തിരുത്തിയതിനു ശേഷം മാത്രമേ വിവർത്തനം തുടരുകയുള്ളൂ. ബേസിക് ഒരു ഇന്റർപ്രിറ്റഡ് ഭാഷയാണ്. അപ്പോൾ ഇത് ചോദിക്കാം, ഒരു ഇന്റർപ്രിറ്റഡ് താഴെ തന്നിരിക്കുന്നതിൽ ഇന്റർപ്രിറ്റഡ് ഭാഷ ഏതാണ്? ബേസിക് ആണ്. ഒരു ഇന്റർപ്രിറ്റഡ് ഭാഷയാണ് ബേസിക്. കമ്പൈലർ ഉയർന്ന തലത്തിൽ എഴുതിയ പ്രോഗ്രാമുകൾ യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന ഭാഷാ പ്രോസസ്സറാണ് കമ്പൈലർ. ഒറ്റ തവണ കൊണ്ട് തന്നെ അത് പ്രോഗ്രാം മുഴുവനായും വ്യാഖ്യാനിക്കുന്നു. ഇതിൽ ഏതെങ്കിലും തെറ്റുകൾ വന്നാൽ ആ തെറ്റുകൾ കമ്പൈലേഷൻ്റെ അവസാനം ക്രമനമ്പറോടുകൂടി സന്ദേശങ്ങളായി സ്ക്രീനിൽ തെളിയും. വാക്യഘടനയിൽ തെറ്റൊന്നുമില്ലെങ്കിലും കമ്പൈലർ ഒരു ഒബ്ജക്റ്റ് ഫയൽ സൃഷ്ടിക്കും. കമ്പൈലർ ഉപയോഗിച്ചുള്ള തർജ്ജമയെ കമ്പൈലേഷൻ എന്ന് പറയുന്നു. തർജ്ജമയ്ക്ക് ശേഷം പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് കമ്പൈലർ മെമ്മറിയിൽ ആവശ്യമില്ല. കമ്പൈലർ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ഭാഷകളാണ് C++, പാസ്കൽ തുടങ്ങിയവ. അപ്പോൾ കമ്പൈലർ ഉയർന്ന തലത്തിൽ എഴുതിയ പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന ഭാഷാ പ്രോസസ്സറാണ് കമ്പൈലർ. ഒറ്റ തവണ കൊണ്ട് തന്നെ അത് പ്രോഗ്രാം മുഴുവനായും വ്യാഖ്യാനിക്കുന്നു. ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ ആ തെറ്റുകൾ കമ്പൈലേഷൻ്റെ അവസാനം ക്രമനമ്പറോടുകൂടി സന്ദേശങ്ങളായി സ്ക്രീനിൽ തെളിയും. വാക്യഘടനയിൽ തെറ്റൊന്നുമില്ലെങ്കിൽ കമ്പൈലർ ഒരു ഒബ്ജക്റ്റ് ഫയൽ സൃഷ്ടിക്കും. കമ്പൈലർ ഉപയോഗിച്ചുള്ള തർജ്ജമയെ കമ്പൈലേഷൻ എന്ന് പറയുന്നു. തർജ്ജമയ്ക്ക് ശേഷം പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് കമ്പൈലർ മെമ്മറിയിൽ ആവശ്യമില്ല. കമ്പൈലർ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ഭാഷകളാണ് C++, പാസ്കൽ തുടങ്ങിയവ. അങ്ങനെ ഉയർന്ന തലത്തിലുള്ള ഭാഷ, ഹൈ ലെവൽ ലാംഗ്വേജ്. ഈ ഭാഷകൾ ഇംഗ്ലീഷ് ഭാഷയെ പോലെ ഉള്ളതും അസംബ്ലി ഭാഷയെക്കാളും യന്ത്രഭാഷയെക്കാളും ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. ഉയർന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷകൾ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഉയർന്ന തലത്തിലുള്ള ഭാഷകളിൽ എഴുതിയിരിക്കുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ അതിന് തുല്യമായി യന്ത്രഭാഷയിലേക്ക് മാറ്റുന്നു. അതിനാൽ ഇത്തരം ഭാഷകളെ തർജ്ജമ ചെയ്യുന്നതിന് ഒരു ഭാഷാ വിവർത്തകന് കമ്പൈലറുകളോ ഇന്റർപ്രിറ്ററുകളോ ആവശ്യമായി വരുന്നു. ബേസിക്, C++, ജാവ എന്നിവ ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമിംഗ് ഭാഷകൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തത് യന്ത്രഭാഷ. നമ്മൾ നേരത്തെ കണ്ടതാണ്. ബൈനറി ഡിജിറ്റ് ഒരു ബിറ്റ്. ഒരു നിബിളാണ് 4 ബിറ്റ്. ഒരു നിബിൾ എന്നത് 4 ബിറ്റാണ്. ഒരു ബൈറ്റ് 8 ബിറ്റ്സ് ആണ്. ഒരു ബൈറ്റ്. ഒരു KB എന്ന് പറയുന്നത് 1024 ബൈറ്റ്സ് ആണ്. ഒരു KB അതായത് 1 കിലോ ബൈറ്റ്. ഒരു MB പറയുന്നത് 1 മെഗാബൈറ്റ് 1024 KB ആണ് 1 മെഗാബൈറ്റ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഒരു നിബിളിൽ 4 ബിറ്റ്. ഒരു ബൈറ്റ് 8 ബിറ്റ്സ് ആണ് ഒരു ബൈറ്റ്. അപ്പോൾ ഒരു നിബിൾ എന്ന് പറയുന്നത് 4 ബിറ്റാണ്. അങ്ങനെ 8 ബിറ്റ്സ് ഇറങ്ങിയതാണ്. അപ്പോൾ 2 നിബിളാണ് ഒരു ബൈറ്റ് എന്ന് ചോദിക്കുക. 2 നിബിളാണ് ഒരു ബൈറ്റ്. 8 ബിറ്റ്സ് ആണ് ഒരു ബൈറ്റ്. ഒരു KB
1024 ഒരു കിലോ ബൈറ്റ് എന്നത് 1024 ബൈറ്റ്സ് ആണ്. ഒരു മെഗാബൈറ്റ് എന്നത് 1024 KB ആണ്. 1 GB എന്നത് ഒരു ജിഗാബൈറ്റ് എന്നത് 1024 മെഗാബൈറ്റ് ആണ്. ഒരു TB എന്നത് 1024 ജിഗാബൈറ്റ് ആണ്. ഒരു PB എന്നത് ഒരു പെറ്റാബൈറ്റ് 1024 ടെറാബൈറ്റ് ആണ് ഒരു പെറ്റാബൈറ്റ്. അടുത്ത ഹബ്ബ്. ഒരു വയർ ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയും ഉപകരണങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. ചെറുതും ലളിതവും നിഷ്ക്രിയവുമായ വില കുറഞ്ഞതുമായ ഉപകരണമാണ് ഇത്. കമ്പ്യൂട്ടറിലെ ഹബ്ബിലെ പോർട്ട് വഴി ഇഥർനെറ്റ് കേബിൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നു. ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങളുടെ പകർപ്പുകൾ പ്രസ്തുത ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ്ബ് ചെയ്യുന്നത്. ഓരോ കമ്പ്യൂട്ടറിനും അവരവരുടെ ഡാറ്റ പാക്കറ്റുകൾ തിരിച്ചറിയാനുള്ള സാധ്യതയുമുണ്ട്. ഒരു കമ്പ്യൂട്ടറിനെ ഉദ്ദേശിച്ച് അയച്ച പാക്കറ്റുകൾ അവ തന്നെ സ്വീകരിക്കേണ്ടതും മറ്റു കമ്പ്യൂട്ടറുകൾ അത് തിരസ്കരിക്കേണ്ടതുമാണ്. കമ്പ്യൂട്ടർ ശൃംഖലയിലെ എല്ലാ ഉപകരണങ്ങളിലേക്കും എല്ലാ ഡാറ്റയും അയക്കുന്നതിനാൽ ശൃംഖല തിരക്കേറിയതായി തീരുകയും ഡാറ്റ കൈമാറുവാനുള്ള ബാൻഡ് വിഡ്ത്ത് കുറയുകയും ചെയ്യുന്നു എന്നതാണ് ഹബ്ബിൻ്റെ പ്രധാന പോരായ്മ. ഒരു വയേർഡ് ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയും ഉപകരണങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. ചെറുതും ലളിതവും നിഷ്ക്രിയവും വില കുറഞ്ഞതുമായ ഒരു ഉപകരണമാണിത്. കമ്പ്യൂട്ടറുകളിലെ ഹബ്ബിലെ പോർട്ട് വഴി ഈഥർനെറ്റ് കേബിൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നു. ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങളുടെ പകർപ്പുകൾ പ്രസ്തുത ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ്ബ് ചെയ്യുന്നത്. ഓരോ കമ്പ്യൂട്ടറിനും അവരവരുടെ ഡാറ്റ പാക്കറ്റുകൾ തിരിച്ചറിയാനുള്ള ബാധ്യതയുണ്ട്. ഒരു കമ്പ്യൂട്ടറിനെ ഉദ്ദേശിച്ച് അയച്ച പാക്കറ്റുകൾ അവ തന്നെ സ്വീകരിക്കേണ്ടതും മറ്റു കമ്പ്യൂട്ടറുകൾ അത് തിരസ്കരിക്കേണ്ടതുമാണ്. കമ്പ്യൂട്ടർ ശൃംഖലയിലെ എല്ലാ ഉപകരണങ്ങളിലേക്കും എല്ലാ ഡാറ്റയും അയക്കുന്നതിനാൽ ശൃംഖല തിരക്കേറിയതായി തീരുന്നു. ഡാറ്റ കൈമാറാനുള്ള ബാൻഡ് വിഡ്ത്ത് കുറയുകയും ചെയ്യുന്നതെന്നാണ് ഹബ്ബിൻ്റെ പ്രധാന പോരായ്മ. അപ്പോൾ അടുത്തത് ചോദ്യം നോക്കാം. ഒരു നെറ്റ്വർക്ക് ഹബ്ബിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ എന്തൊക്കെയാണ്? ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിക്കുവാൻ ഉപയോഗിക്കുന്നു. അടുത്തത് അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഡാറ്റ പാക്കറ്റുകൾ സ്വീകർത്താവിന് മാത്രം അയക്കുന്നു. അല്ലല്ലോ, ഡാറ്റ പാക്കറ്റുകൾ എല്ലാവർക്കും ഒരുപോലെ അയക്കുകയാണ് ചെയ്യുന്നത്. ഹബ്ബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടുമാണുള്ളത്. രണ്ടും തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഫംഗ്ഷൻസ്. ഒരു വയർലെസ് റൂട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്നത് ഏത് ഉപകരണമാണ് സഹായിക്കുക? വയർലെസ് റിപ്പീറ്റർ. ഒരു വയർലെസ് റൂട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്നത് വയർലെസ് റിപ്പീറ്റർ. ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണമാണ് മൗസ്. കീബോർഡ് സ്കാൻ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഗൂഗിൾ ക്രോം. സഫാരി ഏത് വിഭാഗത്തിൽ പെടുന്ന സോഫ്റ്റ്വെയറാണ്? ബ്രൗസർ. സഫാരി ഒരു ബ്രൗസറാണ്. ആപ്പിളിൻ്റെ ബ്രൗസറാണ് സഫാരി. താഴെ പറയുന്നതിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുക. താഴെ പറയുന്നതിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ്? ആൻറ്റിവൈറസ് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തതാണ് കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുക. കുക്കീസ് ഇടയ്ക്കിടയ്ക്ക് മായ്ച്ചു കളയുക. ഫയർവാൾ സെറ്റ് ചെയ്യുക. ആൻറ്റിവൈറസ് സ്കാനർ ഉപയോഗിക്കുക എന്നിവയ്ക്ക് നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. ആൻറ്റിവൈറസ് സ്കാനർ ഉപയോഗിക്കുക. കുക്കീസ് ഇടയ്ക്കിടയ്ക്ക് മായ്ച്ചു കളയുക. ഫയർവാൾ സെറ്റ് ചെയ്യുക എന്നിവയ്ക്ക് നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളാണ്. കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുക എന്നത് ഉപയോഗിക്കാത്ത കാര്യമാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത് ബഗ്സ് എന്നാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത് ബഗ്സ്. ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണമാണ് ബ്ലൂറേ DVD. ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണമാണ് ബ്ലൂറേ DVD. ബ്ലൂറേ DVD എന്താണെന്ന് നോക്കാം. ബ്ലൂറേ DVD ഹൈ ഡെഫിനിഷൻ വീഡിയോകൾ ആലേഖനം ചെയ്യുന്നതിനും പുനരാലേഖനം ചെയ്യുന്നതിനും അവ വീണ്ടും കാണുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ഒപ്റ്റിക്കൽ ഡിസ്ക് ഘടനയാണ് ബ്ലൂറേ. ഇതിൽ ഭീമമായ അളവിലുള്ള ഡാറ്റ സംഭരിക്കാനാവും. CD അല്ലെങ്കിൽ DVD സാങ്കേതിക വിദ്യകൾ എഴുതുന്നതിനും വായിക്കുന്നതിനും ചുവന്ന ലേസർ കിരണങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബ്ലൂറേ ഫോർമാറ്റ് നീല വയലറ്റ് ലേസറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ബ്ലൂറേ എന്ന പേരുണ്ടായതും. ചുവന്ന ലേസറിനെ അപേക്ഷിച്ച് നീല വയലറ്റ് ലേസറിന് കുറഞ്ഞ തരംഗദൈർഘ്യം ഉള്ളതിനാൽ വളരെ കൃത്യതയോടെ ലേസർ സ്ഥാനങ്ങൾ കേന്ദ്രീകരിക്കാൻ കഴിയും എന്നതാണ് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മെച്ചം. ഡാറ്റയെ കൂടുതൽ അടുക്കി ക്രമീകരിക്കാൻ ഇത് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ CD അല്ലെങ്കിൽ DVD അതേ വലുപ്പമേ ഉള്ളൂവെങ്കിലും കൂടുതൽ ഡാറ്റ ഇതിൽ സംഭരിക്കാനാകും. ഒരു സാധാരണ DVDയുടെ 5 മടങ്ങ് സംഭരണ ശേഷി ഇവയ്ക്ക് നൽകാനാകും. ഏക ലെയർ ഡിസ്കിന് 25 GB വരെയും ദ്വന്ദ്വ ലെയർ ഡിസ്കിന് 50 GB വരെയും സംഭരിക്കാനാകും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണമാണ് ബ്ലൂറേ DVD. ഇത് പറയുന്നത് ബ്ലൂറേ ഫോർമാറ്റിലാണ് ഇത് സേവ് ചെയ്യുന്നത്. മറ്റേതൊക്കെ റെഡ് റേ ചുവന്ന ലേസർ കിരണങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ
ബ്ലൂറേ ഫോർമാറ്റ് നീല വയലറ്റ് ലേസറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലൂറേ എന്ന പേരുണ്ടായതും ചുവന്ന ലേസറിനെ അപേക്ഷിച്ച് നീല വയലറ്റ് ലേസറിന് കുറഞ്ഞ തരംഗദൈർഘ്യം ഉള്ളതിന് വളരെ കൃത്യതയോടെ ലേസർ സ്ഥാനങ്ങൾ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടും ഡാറ്റയെ കൂടുതൽ അടുക്കി ക്രമീകരിക്കാൻ കഴിയുന്നു. അപ്പോൾ ഒരേ വലിപ്പമേ ഉള്ളുവെങ്കിലും കൂടുതൽ സംഭരണശേഷി ബ്ലൂറേ ഡിവിഡിക്കും എന്നാണ് പറയുന്നത്. അത് ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയറാണ് ജിംബ്. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയറാണ് ജിംബ്. ഗ്നു ഇമേജിംഗ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് ജിമ്മിൻ്റെ ഫുൾ ഫോം. ഗ്നു ഇമേജിംഗ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. അടുത്തത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറിയാണ് മെമ്മറി രജിസ്റ്റർ. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറിയാണ് മെമ്മറി രജിസ്റ്റർ. താഴെ പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം? അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി രജിസ്റ്റർ മെമ്മറിയാണ്. ഇവിടെ രജിസ്റ്റർ മെമ്മറി എന്നുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ ക്യാഷ് മെമ്മറി ആയിരിക്കും ഉത്തരം വരുന്നത്. രജിസ്റ്റർ മെമ്മറി ഉണ്ടെങ്കിൽ അതായിരിക്കും ഉത്തരം വരുന്നത്. താഴെ പറയുന്നതിൽ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം? ബയോമെട്രിക് സെൻസറാണ്. പ്ലോട്ടർ, പ്രിന്റർ, ഫ്ലാഷ് മെമ്മറി ഒക്കെ ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. ബയോമെട്രിക് സെൻസർ ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അറിയപ്പെടുന്ന ഒരു സെർച്ച് എഞ്ചിൻ ആണ് ബിങ് ഒരു സെർച്ച് എഞ്ചിനാണ്. ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് പാൻ. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്. ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് പാൻ. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. കേബിൾ ശൃംഖല ആണ്. വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇന്റർനെറ്റും ഒക്കെ ആണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ബാൻഡ് ഒരു നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിൾ. താഴെ പറഞ്ഞവയിൽ സെർച്ച് എഞ്ചിൻ ഗൂഗിൾ, ഫയർഫോക്സ്, ഒപ്പേറ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്നിവയൊക്കെ വെബ് ബ്രൗസറുകളാണ്. ഐഡന്റിറ്റി മോഷണം തടയുന്ന ആക്ടാണ് IT ആക്ട് 66C. ഐഡന്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ടാണ് IT ആക്ട് 66C. 66F സൈബർ ഭീകരവാദമാണ്. 66B ബൈ ആക്കുക, അതായത് മോഷ്ടിച്ച സാധനങ്ങൾ വാങ്ങുക. ഐഡന്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട് ഏതാണ്? IT ആക്ട് 66C ആണ് ഐഡന്റിറ്റി മോഷണം. 66C ഐഡന്റിറ്റി മോഷണം. IT ആക്ട് 65 കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് കോഡിൽ മാറ്റം വരുത്തുന്നതിനാണ് 65 പറയുന്നത്. 66B ബൈ തിങ്സ്, അതായത് ബൈ ചെയ്യുക, മോഷ്ടിച്ച സാധനങ്ങൾ ബൈ ചെയ്യുക, വാങ്ങുന്നതിനാണ് IT ആക്ട് 66B പറയുന്നത്. IT ആക്ട് 66F സൈബർ ഭീകരവാദം. അടുത്തത് സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ഹാർഡ് ഡിസ്ക് ആണ്. റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി, റാമും റോമും രജിസ്റ്ററൊക്കെ പ്രൈമറി മെമ്മറികളാണ്. ഹാർഡ് ഡിസ്ക് ആണ് സെക്കൻഡറി മെമ്മറി. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ്? എക്സലും ജിംബുമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. വിൻഡോസ് ലിനക്സ് ഒക്കെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. താഴെ കൊടുത്തിട്ടിരിക്കുന്നത് വ്യത്യസ്തമായി കണ്ടെത്തുക. റീഡ് ഓൺലി മെമ്മറി, ക്യാഷ് മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, ബ്ലൂറേ DVD. ഇതൊരു സെക്കൻഡറി മെമ്മറിയാണ്, മറ്റേതെല്ലാം പ്രൈമറി മെമ്മറിയാണ്. ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ കേബിൾ TV കണക്ഷൻ എന്ന് പറഞ്ഞു. വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ടിം ബേണേഴ്സ്-ലീ ആണ്. വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ടിം ബേണേഴ്സ്-ലീ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമായി വരുന്ന ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഏത്? മൈക്രോസോഫ്റ്റ് ആക്സസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമായി വരുന്ന ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് മൈക്രോസോഫ്റ്റ് ആക്സസ്. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗ്ഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരു തരം തട്ടിപ്പാണ് ഫിഷിംഗ്. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗ്ഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരു തരം തട്ടിപ്പാണ് ഫിഷിംഗ്. ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് LAN. കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനം എന്താ? കെട്ടിട നികുതി അടയ്ക്കൽ. സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനമാണ് കെട്ടിട നികുതി അടയ്ക്കൽ. നികുതി അടയ്ക്കൽ കേരള സർക്കാരിൻ്റെതാണ് പറയുന്നത്. IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറഞ്ഞവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? 1, 2, 3. കമ്പനി, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി. ആര് വേണമെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് IT ആക്ട് 2000 43A സെക്ഷൻ പറയുന്നത്.
ഒരു വ്യക്തി ഒരു IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായി ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? മുകളിൽ പറഞ്ഞതൊന്നുമല്ല. താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഡ്രീം വീവർ ആണ്. വെബ് ബ്രൗസർ അല്ലാത്തത് ഓപ്പറ, ആപ്പിൾ സഫാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നിവയെല്ലാം വെബ് ബ്രൗസറുകളാണ്. ഡ്രീം വീവർ വെബ് ബ്രൗസർ അല്ല. കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? പ്ലോട്ടർ, സ്കാനർ, ബാർകോഡ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നിവയൊക്കെ ഇൻപുട്ട് ഡിവൈസാണ്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. IT ആക്ടിലെ സെക്ഷൻ 66C എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഐഡന്റിറ്റി മോഷണത്തിലുള്ള ശിക്ഷയെക്കുറിച്ചാണ് 66Cയിൽ പറയുന്നത്. IT ആക്ടിലെ സെക്ഷൻ 66C എന്ന് പറയുന്നത് ഐഡന്റിറ്റി മോഷണത്തിലുള്ള ശിക്ഷ. മിസ്റ്റർ എയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരായ ചില വ്യക്തികൾക്ക് ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു. മിസ്റ്റർ എയുടെ പ്രവൃത്തി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 താഴെ കൊടുത്തിട്ടുള്ള ഏത് വകുപ്പിന്റെ ലംഘനമാണ്? സെക്ഷൻ 67A. മിസ്റ്റർ എ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുമായ ചില വ്യക്തികൾക്ക് ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയക്കുന്നത് സെക്ഷൻ 67A പറയുന്നത്. മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ച കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വകുപ്പ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? സെക്ഷൻ 43. മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ച കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ട് 2000 വകുപ്പാണ് സെക്ഷൻ 43. കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണ്? 3 വർഷം തടവ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും. 3 വർഷം തടവ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടുമാണ് കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ. മുൻകൂർ അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് പ്രകാരം ഒരു സൈബർ വകുപ്പ് 66 പ്രകാരം ഒരു കുറ്റകൃത്യമാണ്. മുൻകൂർ അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് വകുപ്പ് 66 പ്രകാരം ഒരു സൈബർ കുറ്റകൃത്യമാണ്. IT നിയമത്തിലെ ഏത് വകുപ്പാണ് സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 66F. IT നിയമത്തിലെ ഏത് വകുപ്പാണ് സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 66F ആണ്. 66B മോഷ്ടിച്ച സാധനങ്ങൾ വാങ്ങുന്നതിനെ പറ്റി പറയുന്നു. മോഷ്ടിച്ച കമ്പ്യൂട്ടർ ഫോണൊക്കെ വാങ്ങുന്നതിനെ കുറിച്ച് പറയുന്നു. 66C ഐഡന്റിറ്റി മോഷണമാണ്. കമ്പ്യൂട്ടർ ഉറവിടങ്ങളും ക്രെഡിറ്റ് കാർഡൊക്കെ മോഷ്ടിക്കുന്നതിനെ പറ്റി. കമ്പ്യൂട്ടർ ഉറവിടങ്ങളും വെച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 ഏത് വകുപ്പ്? 66C ഐഡന്റിറ്റി മോഷണത്തെക്കുറിച്ച് പറയുന്നു. കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? 66D. അടുത്തത് ആമസോൺ കിൻഡിൽ പോലെയുള്ള ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇങ്ക്. ആമസോൺ കിൻഡിൽ പോലെയുള്ള ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇങ്ക്. ഡാഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല. പ്രൊസസ്സർ മാനേജ്മെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല. ഡാഷ് മെമ്മറി മാനേജ്മെന്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെന്റ്, വിഭവ വിഹിതം എന്നിവയൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമാണ്. മെമ്മറി മാനേജ്മെന്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെന്റ്, വിഭവ വിഹിതം. ഡാഷ് ഉപകരണത്തിന് വാനിലേക്ക് ലാൻഡിന് ചേർക്കാനാകും. ഗേറ്റ്വേ ഉപകരണത്തിന് വാനിലേക്ക് ലാൻഡിന് ചേർക്കാനാകും. ഗേറ്റ്വേ നമ്മൾ പറഞ്ഞു ഒരു പ്രോട്ടോക്കോൾ മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെന്റിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഹൈപ്പർ ടെക്സ്റ്റ്. സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെന്റിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് വിളിക്കുന്നു. ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ ഫിഷിംഗ് എന്ന് വിളിക്കുന്നു. ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ ഫിഷിംഗ് എന്ന് വിളിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ CPU-യിലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത് രജിസ്റ്റർ എന്നാണ്. കമ്പ്യൂട്ടറിന്റെ CPU-യിലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത് രജിസ്റ്റർ എന്നാണ്. രജിസ്റ്റർ മെമ്മറി. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? OMR ഇൻപുട്ട് ഡിവൈസാണ്. പ്ലോട്ടർ, പ്രിന്റർ, സ്പീക്കർ എന്നിവയെല്ലാം ഔട്ട്പുട്ട് ഡിവൈസാണ്. OMR ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജിയാണ് NIC. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജിയാണ് NIC. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയമാണ് ടേൺ അറൗണ്ട് സമയം. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയമാണ് ടേൺ അറൗണ്ട് സമയം. താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? സെലക്ട് ടാഗ്. താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? സെലക്ട് ടാഗ്. വ്യത്യസ്തങ്ങളായ പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഗേറ്റ്വേ. വ്യത്യസ്തങ്ങളായ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഗേറ്റ്വേ. അതായത് ലാനിനെ വാനുമായി ബന്ധിപ്പിക്കാൻ ഗേറ്റ്വേക്ക് കഴിയുന്നു. വ്യത്യസ്തങ്ങളായ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഗേറ്റ്വേ. ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത് IT ആക്ടിന്റെ ഏത് സെക്ഷനിലാണ് സൈബർ കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? 65 സെക്ഷൻ 65. ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത് IT ആക്ടിന്റെ ഏത് സെക്ഷനിലാണ് സൈബർ കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? സെക്ഷൻ 65.
ഇമ്പാക്ട് പ്രിന്റർ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഡോട്ട് മെട്രിക്സ് പ്രിന്ററാണ് ഇമ്പാക്ട് പ്രിന്റർ. ഇമ്പാക്ട് പ്രിന്റർ ഒരു ഡോട്ട് മെട്രിക്സ് പ്രിന്ററാണ്. സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നാൽ എന്താണ്? സോഷ്യൽ നെറ്റ്വർക്ക് വഴി വളരെ വേഗം പ്രചാരം നൽകുന്ന വിധമുള്ള ഉള്ളടക്കം നിർമ്മിക്കുക എന്നാണ് സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ. സോഷ്യൽ നെറ്റ്വർക്ക് വഴി വളരെ വേഗം പ്രചാരം നൽകുന്ന വിധത്തിലുള്ള ഉള്ളടക്കം നിർമ്മിക്കുക. ഫിഫോ ഷെഡ്യൂളിംഗ് എന്നാൽ എന്താണ്? നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ് ഫിഫോ ഷെഡ്യൂൾ. നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂൾ ആണ് ഫിഫോ ഷെഡ്യൂൾ. നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. ഒരു ഫ്ലാഷ് മെമ്മറി ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ പെടുന്നു? ഇഇപ്രോം. ഒരു ഫ്ലാഷ് മെമ്മറി ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ പെടുന്നു? ഇഇപ്രോം ആണ്. ഒരു ഫ്ലാഷ് മെമ്മറി ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ പെടുന്നു? ഇഇപ്രോം. ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ തിരഞ്ഞെടുക്കുക. പരം. ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം. ഒരു ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗാണ് എ. ഒരു ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗാണ് എ. ശാശ്വതമായി ഡാറ്റ സംഭരിക്കുന്നതിന് താഴെ പറയുന്നവയിൽ എന്താണ് ഉപയോഗിക്കുന്നത്? 2 ഹാർഡ് ഡിസ്ക്, DVD. ശാശ്വതമായി ഡാറ്റ സംഭരിക്കുന്നതിന് താഴെ പറയുന്നതിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? ഹാർഡ് ഡിസ്ക്, DVD എന്നിവ ഉപയോഗിക്കുന്നു. റാമും കാഷെ മെമ്മറിയും ഒക്കെ റാമും വോളറ്റൈൽ മെമ്മറിയാണ്. ഹാർഡ് ഡിസ്ക്, DVDയിലും ശാശ്വതമായിട്ട് ഡാറ്റ സ്വീകരിക്കാൻ പറ്റും. താഴെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ക്ഷുദ്രകരമായ സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുക. കീലോഗർ. ഡിവൈസ് ഡ്രൈവർ, ആൻറ്റിവൈറസ്, ഫയർവാൾ. കീലോഗർ. താഴെ നൽകിയിരിക്കുന്നതിന് ക്ഷുദ്രകരമായ സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുക. കീലോഗർ ഒരു ക്ഷുദ്രകരമായ സോഫ്റ്റ്വെയർ ആണ്. താഴെ നൽകിയിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. 1 RDBMS, ഒറാക്കിൾ RDBMS. ഫേസ്ബുക്ക് ഒരു സോഷ്യൽ മീഡിയയാണ്. 3 ജിംബ് ഇമേജ് എഡിറ്ററാണ്. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്. 3 RDBMS. ഒറാക്കിൾ RDBMS ആണ്. ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ, ജിംബ് ഇമേജ് എഡിറ്റർ, ഗൂഗിൾ സെർച്ച് എഞ്ചിൻ. താഴെ പറയുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിവൈസ് ഡ്രൈവർ എന്നിവയൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കുന്ന 2 കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന നെറ്റ്വർക്ക് ഉപകരണമാണ് ഗേറ്റ്വേ. അതായത് ലാനുമായി ബന്ധിപ്പിക്കാൻ ഗേറ്റ്വേ സഹായിക്കുന്നു. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കുന്ന 2 കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണമാണ് ഗേറ്റ്വേ. ഒരു HTML പേജിൽ ഒരു ചിത്രം ചേർക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗാണ് ഇമേജ് ടാഗ്. ഒരു HTML പേജിൽ ഒരു ചിത്രം ചേർക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗാണ് ഇമേജ് ടാഗ്. ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്ന വർഷം 2000 ആണ്. താഴെയുള്ള എക്സൽ ഷീറ്റ് നോക്കി ശമ്പളത്തിൻ്റെ ശരാശരി കണ്ടെത്താനുള്ള ഫോർമുല =ആവറേജ് C/C4. =ആവറേജ് C/C4. താഴെ പറയുന്നവയിൽ ബ്രൗസർ അല്ലാത്തത് ഏതാണ്? യൂട്യൂബ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ, ഗൂഗിൾ ക്രോം ഒക്കെ ബ്രൗസറുകളാണ്. ജോയ്സ്റ്റിക്ക് ഒരു ഇൻപുട്ട് ഉപകരണമാണ്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ സൈബർ കുറ്റകൃത്യങ്ങളാണ് കണക്കാക്കുന്നത്? ഹാക്കിംഗ്, ഫിഷിംഗ് എന്നിവ സൈബർ കുറ്റകൃത്യങ്ങളാണ്. ബ്രൗസിങ്ങും പ്രോഗ്രാമിങ്ങും അല്ല, ഹാക്കിങ്ങും ഫിഷിങ്ങും സൈബർ കുറ്റകൃത്യങ്ങളാണ്. എന്താണ് URL? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് URL. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നാളത്തെ എക്സാമിന് ചോദിക്കുക. നോക്കി പോവാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.